ഈ പെന്തക്കോസുകാർക്ക് സഭാപിതാവ് എന്ന് വിളിക്കാൻ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ വിളിക്കാൻ പറ്റുമെങ്കിൽ തർത്തുല്യനെ ആയിരിക്കും. പക്ഷെ അങ്ങനെ വിളിച്ച ഒരു കുഴപ്പമുണ്ടല്ലേ? ഉണ്ട്. പിതാവ് സത്യദൈവം, പുത്രൻ സത്യദൈവം. അപ്പോൾ പരിശുദ്ധാത്മാവോ? പരിശുദ്ധാത്മാവ് പുത്രനെ പോലെ ജനിക്കപ്പെട്ടവനാണോ, അതോ പിതാവിനെ പോലെ ജനിക്കപ്പെടാത്തവനാണോ, അതോ പിതാവിൻ്റെ ഒരു ശക്തി മാത്രമാണോ? നമ്മൾ കഴിഞ്ഞ വീഡിയോസിനകത്ത് തൃത്വത്തിൻ്റെ, പുത്രൻ്റെ ദൈവികതയെ പറ്റി, മോഡലിസം, ആര്യനിസം എന്നൊക്കെ നമ്മൾ കവർ ചെയ്ത് വന്നു. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ ദൈവികതയും തത്വോപദേശത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. തൃത്വം പരിശുദ്ധാത്മാവില്ലാതെ പൂർണ്ണമാകത്തില്ലല്ലോ. അപ്പോൾ നിക്യ സുനോദോസ് കൂടി വന്നതിന് ശേഷം സഭയിൽ പിന്നെ എന്താണ് സംഭവിച്ചത്? അത് മാത്രമായിരുന്നു ആദ്യവും അവസാനമായിട്ട് കൂടി വന്ന എക്യുമെനിക്കൽ കൗൺസിൽ. അതിനെപ്പറ്റി പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ച്, പരിശുദ്ധാത്മാവിൻ്റെ ദൈവികത സംബന്ധിച്ചുള്ള ദുരുപദേശത്തെ പറ്റിയാണ് ഇന്ന് നമ്മുടെ ശ്രദ്ധ തിരിക്കുന്നത്. ഇവിടെ നിശ്ചയം നമ്മുടെ കഴിഞ്ഞ വീഡിയോയ്ക്ക് നമ്മൾ ആര്യനിസത്തെ പറ്റി പറഞ്ഞു. പക്ഷെ നമ്മൾ പറഞ്ഞു ഇപ്പോൾ കവർ ചെയ്യാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഈ അരിയൂസിൻ്റെ അവസാനം. അരിയൂസ് ഇങ്ങനെ പൊളിറ്റിക്സ് കളിക്കുന്നു, താൻ ക്രൈസ്തവ സഭയ്ക്ക് അധികാരം ആർജിച്ചെടുക്കാൻ വേണ്ടി ചക്രവർത്തിയൊക്കെ സ്വാധീനിച്ച് ശ്രമിക്കുന്നു. അങ്ങനെ താൻ യെരുശലേമിലേക്ക് തിരിച്ച് മടങ്ങി വന്ന ഒരു ബിഷപ്പായിട്ട് സ്ഥാനാരോഹണം ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാം കാര്യം ചെയ്തിരിക്കുന്നു. പിന്നെ എന്താണ് സംഭവിച്ചത്? അതെ, അവിടെ നിന്ന് അദ്ദേഹം ചില ബിഷപ്പാരെ സ്വാധീനിച്ചു. പിന്നെ അദ്ദേഹം ചക്രവർത്തിയെ സ്വാധീനിച്ചു, അല്ലെങ്കിൽ ചക്രവർത്തി അദ്ദേഹത്തിനെ ഒന്ന് കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ചു എന്ന് വേണമെങ്കിലും പറയാം. അദ്ദേഹം ഇവിടെ എത്തിയതിന് ശേഷം അദ്ദേഹത്തിനെ തിരിച്ച് സഭയിലേക്ക് അദ്ദേഹത്തിനെ പുനഃസ്ഥാപിക്കുന്നതിന് തൊട്ടു മുൻപാണ് അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മരണം എന്ന് പറയുന്നത് ഉദരസംബന്ധമായിട്ടുള്ളൊരു രോഗത്തെ തുടർന്ന് വളരെ ഭീതിതമായൊരു സാഹചര്യത്തിലാണ് അദ്ദേഹം മരിക്കുന്നതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനു മുൻപ് ചിലർ പ്രാർത്ഥിച്ചതായിട്ട് തന്നെ പറയുന്നുണ്ട്. കാരണം ചക്രവർത്തി തീരുമാനിച്ചാൽ അത് പുനഃസ്ഥാപിക്കപ്പെട്ടു. പക്ഷേ സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരുപദേശകനെ സഭയിലേക്ക് പുനഃസ്ഥാപിക്കുക എന്ന് പറയുന്നത് എത്രത്തോളം അപകടകരമായി തീരും. അതുകൊണ്ട് തന്നെ അരിയൂസിൻ്റെ മരണത്തെ ഒരു ദൈവിക ശിക്ഷാവിധിയായിട്ട് കരുതുന്ന ആളുകളും അക്കാലത്തുണ്ടായിരുന്നു. അരിയൂസിൻ്റെ മരണവിവരണം, അത്തനേഷ്യസ് എഴുതിയ മരണവിവരം വായിക്കുമ്പോൾ കർത്താവിന് ഒറ്റിക്കൊടുത്ത യൂദാ ഇസ്കറിയോത്തിന് പാരലായിട്ടുള്ള രീതിയിലാണ് അത് വിവരണം നടത്തിയിരിക്കുന്നത്. അപ്പം ചരിത്ര സംഭവം തന്നെ ആയിരുന്നേക്കാം ആ രീതിയിൽ പറഞ്ഞ ഒരു ദുരുപദേശകനുള്ള ഒരു ശിക്ഷയായിട്ട് ദൈവം കൊടുത്തിരിക്കുന്നതായിരിക്കാം എന്ന് നമുക്ക് അനുമാനിക്കാം. എനിവേ, നമുക്കിനി അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞ പോലെ പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ചുള്ള ദുരുപദേശങ്ങളുടെ കാലഘട്ടമാണ്. ഇപ്പോൾ AD 325 നിക്യ സുനോദോസ് കൂടി പിരിയുന്നു. അതിനുശേഷം ക്രൈസ്തവ സഭയിൽ നമ്മൾ ഈ പറഞ്ഞ ചരിത്രം കവർ ചെയ്ത പോലെ 2 ഫാക്ഷനായിട്ട് മാറുന്നു. ഒന്ന് അരിയൂസിൻ്റെ പക്ഷക്കാരും, ആര്യൻസ്. പിന്നെ പ്രഥമ ശക്തിയായിട്ടുള്ളത് നിക്യ സുനോദോസിൻ്റെ ബൈബിൾ വിശ്വാസം മുറുകെ പിടിക്കുന്ന, ട്രിനിറ്റേറിയൻ ഫെയ്ത്ത് മുറുകെ പിടിക്കുന്ന ക്രിസ്ത്യ വിഭാഗം. പക്ഷേ ഇത് രണ്ടുമല്ല, ഇതിനിടയ്ക്ക് ഒരു ഗ്രൂപ്പുണ്ട്, ഹോമിയോയുസിയൻസ് നിലപാട് പിടിക്കുന്നവർ. അതായത് അരിയൂസിൻ്റെ പക്ഷക്കാർ പറഞ്ഞു പിതാവിൻ്റെ അതേ നേച്ചർ ഒട്ടുമല്ല പുത്രന്. തൃത്വവിശ്വാസം പറയുന്ന നൈസിൻ ഫെയ്ത്ത് ഫോളോ ചെയ്യുന്ന ക്രിസ്ത്യൻസ് പറഞ്ഞു പിതാവിൻ്റെ അതേ സാരാംശമാണ്, അതേ എസെൻസ്, അതേ ബീയിങ് ആണ് പുത്രൻ എന്ന് പറഞ്ഞു. പക്ഷേ ഇത് രണ്ടും അല്ലാതെ ഇടയ്ക്കിടക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്, പിതാവിൻ്റെ പോലത്തെ ഒരു സിമിലർ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് പുത്രൻ എന്ന് പറഞ്ഞ് കിടക്കുന്ന ഗ്രൂപ്പ്. അപ്പോൾ ഈ 2 ഗ്രൂപ്പിലും ക്രിസ്ത്യൻസിൻ്റെ ഇടയിലും, നിക്യ സുനോദോസ് വിശ്വാസം മുറുകെ പിടിക്കുന്ന ക്രിസ്ത്യൻസിൻ്റെ ഇടയിലും നമ്മൾ പിന്നീട് കാണുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ദൈവികതയെ പറ്റിയുള്ള ഒരു അഭിപ്രായ വ്യത്യാസം. അപ്പം ആര്യൻസും നിയോ ആര്യൻസും ഒക്കെ ഒരു സൃഷ്ടിയാണ് എന്ന് പറയുന്നു, പുത്രൻ പെർഫെക്റ്റ് ക്രിയേഷനാണ്. പരിശുദ്ധാത്മാവ് എന്നുള്ളത് പുത്രനിലൂടെ സൃഷ്ടിക്കപ്പെട്ട മറ്റൊരു സൃഷ്ടി എന്ന നിലപാടെടുക്കുന്നു. ഈ മുമ്പ് പറഞ്ഞാൽ ഈ ഹോമിയോയുസിയൻസ് നിലപാടെടുക്കുന്നവർ, അതായത് പിതാവിൻ്റെ പോലത്തെ ഒരു നേച്ചറാണ് പുത്രൻ ദൈവമല്ല എന്ന ഒരു മിഡിൽ ഗ്രൗണ്ട് എടുക്കുന്ന ഈ ഹോമിയോയുസിയൻസ് എന്ന മൂന്നാമത്തെ വിഭാഗം, അവർ ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. ഈ പരിശുദ്ധാത്മാവ് പുത്രനെ പോലെ ജനിക്കപ്പെട്ടവനാണോ, അപ്പോൾ മറ്റൊരു പുത്രനാണോ, അതോ പിതാവിനെ പോലെ ജനിക്കപ്പെടാത്തവനാണോ, അപ്പോൾ മറ്റൊരു പിതാവാണോ, അതോ പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനാണോ, അപ്പോൾ പിതാവ് മുത്തച്ഛനാവുകയാണോ എന്നുള്ള കുറേ ചോദ്യങ്ങൾ അവർക്കുണ്ട്. അവരുടെ ഇടയിൽ തന്നെ ചിലർ പരിശുദ്ധാത്മാവിനെ ദൈവമെന്നോ സൃഷ്ടിയെന്നോ വിളിക്കാതിരിക്കുന്നു. പക്ഷേ ചിലർ ഒരു പരിധി കടന്ന് സൃഷ്ടി എന്ന് തന്നെ പറയുന്ന രംഗമുണ്ട്. അതിനകത്ത് അവർ ആമോസ് 4:13, നമ്മൾ ഈ ഡിസ്കഷൻ പൊതുവെ കേട്ട് വരാത്തൊരു വാക്യപ്രയോഗമാണ്. ആമോസ് 4:13 ഞാൻ മലയാളത്തിൽ ഒന്ന് വായിക്കാം. ആമോസ് 4:13 നമ്മൾ കാണുന്നത്, പർവ്വതങ്ങളെ നിർമ്മിക്കുകയും കാറ്റിനെ സൃഷ്ടിക്കുകയും മനുഷ്യനോട് അവൻ്റെ നിരൂപണം ഇന്നതെന്ന് അറിയിക്കുകയും പ്രഭാതത്തെ അന്ധകാരമാക്കുകയും ഭൂമിയുടെ ഉന്നതകളിന്മേൽ നടകൊള്ളുകയും ചെയ്യുന്ന ഒരുവനുണ്ട്, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എന്നാകുന്നു അവിടുത്തെ നാമം. ഇതിനകത്ത് പരിശുദ്ധാത്മാവിനെ പറ്റി പറയുന്നില്ല. അപ്പോൾ ഈ വാക്യം നമ്മൾ മലയാളത്തിലേക്കും ചിന്തിക്കും, എന്തുകൊണ്ടാണ് ഈ വാക്യം അവർ എടുത്ത് ഉപയോഗിച്ചതെന്ന്. അതെ, കാരണം അതിൻ്റെ സപ്തതി വിവർത്തനത്തിലേക്ക് വരുമ്പോൾ, ഗ്രീക്കിലേക്ക് വരുമ്പോൾ ഈ നമ്മൾ ഈ സപ്തതി സെപ്റ്റുജിന്റ് മലയാളത്തിൽ പറയാൻ പെട്ടെന്ന് എല്ലാവർക്കും കത്തത്തില്ല. അതെ, അതിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഈ വിവർത്തനമായിട്ട് നമ്മൾ തരംപിടുത്ത് നോക്കുമ്പോൾ
ന്യൂമ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കാറ്റെന്ന് പറയുന്ന ശ്വാസം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ അല്ലെങ്കിൽ ആത്മാവിൻ്റെ ഒരു നിഴലായിട്ടാണല്ലോ കാണുന്നത്. ആ രീതിയിലാണ് അതിനെ വിവർത്തനം ചെയ്യാനും വ്യാഖ്യാനിക്കാൻ സാധിക്കും. രണ്ടും ഏതാണ്ട് ഒരേ പദം തന്നെയാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇത് ആത്മാവിനെ സൃഷ്ടിച്ചു എന്ന രീതിയിൽ അവരതിനെ വ്യാഖ്യാനിച്ചത്. അപ്പം പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയാണ് എന്ന് പറയുന്നതിന് അവരെടുത്ത ഒരു വേദഭാഗം ഈ ആമോസ് 4:13 ഓക്കെ. പിന്നെ വേറെ ചില വേദഭാഗങ്ങളും കൂടി അവരെടുത്തിരുന്നു. ഇപ്പം യോഹന്നാന്റെ സുവിശേഷം 1:3 നമുക്ക് ഇത് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് അതിശയം തോന്നുന്നു. ആളുകൾ ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാറുണ്ട്. കാരണം ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടി ആയിരുന്നു. പിന്നെ താഴേക്ക് വരുമ്പോൾ പറയുന്നത് സകലവും അവൻ മുഖാന്തരം ഉളവായി എന്നുള്ളതാണ്. അപ്പോൾ ദൈവമുണ്ട്, വചനമുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം അവൻ മുഖാന്തരം ഉളവായി എന്ന് പറഞ്ഞാൽ അവരുടെ ലോജിക്ക് അനുസരിച്ചിട്ട് പരിശുദ്ധാത്മാവും പുത്രൻ മുഖാന്തരം ഉളവായി എന്നുള്ളതാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് ഒരു സൃഷ്ടിയാണ്. പരിശുദ്ധാത്മാവിന്റെ വ്യക്തിത്വത്തെ അവരാരും നിശ്ചയിച്ചിട്ടില്ല. അതൊരു ആധുനിക കാലത്തെ ഒരു പ്രതിഭാസമാണ്. പരിശുദ്ധാത്മാവിന്റെ വ്യക്തിത്വത്തെ അവർ അംഗീകരിച്ചിരുന്നു. പക്ഷെ പരിശുദ്ധാത്മാവും പിതാവും പുത്രനും ഉണ്ടായിരുന്നു. പുത്രൻ മുഖാന്തരം സകലവും സൃഷ്ടിക്കപ്പെട്ടെങ്കിൽ ആ സകലവും എന്നതിൻ്റെ അകത്ത് ഉൾപ്പെടുന്ന ആളാണ് പരിശുദ്ധാത്മാവ് എന്നൊരു വ്യാഖ്യാനമാണ് അവർ കൊടുക്കാനായിട്ട് ശ്രമിച്ചത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ആദിമസഭയുടെ നോക്കുമ്പോൾ, അതായത് മെയിൻലി ആദിമസഭയുടെ നിലപാടിൽ ആദിമസഭയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സുവിശേഷങ്ങൾ, ലേഖനങ്ങൾ എന്നൊക്കെയാണല്ലോ. അത് നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ള പരാമർശങ്ങൾ എന്താണ്? നമുക്കൊരു പക്ഷേ ഒരു ശരാശരി ക്രൈസ്തവ വിശ്വാസിക്ക് വളരെ സുപരിചിതമായ ഭാഗങ്ങളായിരുന്നേക്കാം. പക്ഷെ അതിൽ തന്നെയാണ് ഈ വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ ഈ വിശ്വാസ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ കാതലിളക്കുന്നത്. നമ്മൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവിനെ പറ്റി കാണുന്ന പ്രഥമ വാക്യങ്ങൾ ഏതൊക്കെയാണ്? പ്രധാനമായിട്ടും നമ്മുടെ ചിന്തയിലേക്ക് വരുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് ധാരാളം വാക്യങ്ങളുണ്ട്. ഇപ്പം യേശുക്രിസ്തുവിൻ്റെ സ്നാനത്തിൻ്റെ സമയത്തുള്ള പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വാക്യം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ സ്നാനനാമത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ മാത്രമല്ല പൗലോസ് അപ്പോസ്തലൻ സഭയ്ക്ക് അഭിവാദ്യം അർപ്പിക്കുന്ന ആ ഭാഗത്ത്, നമ്മൾ ആശീർവാദം പറയുന്ന ആ ഭാഗത്ത് പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രാധാന്യത എന്ന് പറയുന്നത് വളരെ സുവ്യക്തമായിട്ട് തിരുവെഴുത്തിൽ ആവർത്തിച്ച് വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു സവിശേഷതയിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ ഒരു കാലഘട്ടമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യം, അത് പെട്ടെന്ന് ഇപ്പോൾ യേശു ദൈവമാണ്, യേശു സത്യദൈവമാണ് എന്ന് പറയുന്നത് ഏകദൈവ വിശ്വാസത്തിന് ഒരു വെല്ലുവിളി ആകുന്നത് പോലെ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ദൈവമാണെന്ന് പറയുന്നത് ഒരു വെല്ലുവിളിയായിട്ട് മാറിയത് ആയിട്ട് പലരും ചിന്തിക്കാൻ സാധ്യത കുറവാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യഹൂദന് ഓൾറെഡി അവരുടെ പഴയ നിയമത്തിൻ്റെ വേദഭാഗങ്ങൾ നമ്മൾ നോക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ധാരാളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തീകരണം, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തികൾ, ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതോ വിവരിക്കുന്നതോ പെട്ടെന്ന് ഏകദൈവ വിശ്വാസത്തിന് ഒരു വെല്ലുവിളിയായിട്ട് യഹൂദനോ അല്ലെങ്കിൽ യഹൂദ പശ്ചാത്തലത്തിൽ നിന്നുള്ളവർക്കോ തോന്നണമെന്നില്ല. ഇവൻ ജാതികളായിട്ട് നിന്ന് വിശ്വാസത്തിലേക്ക് വന്നിട്ടുള്ള ഭക്തന്മാരായിട്ടുള്ള സമൂഹത്തിനും പെട്ടെന്ന് ഇതൊരു ഏകദൈവ വിശ്വാസത്തിനൊരു ചലഞ്ചായിട്ട് അവർക്ക് തോന്നാൻ സാധ്യതയില്ല. അപ്പം അങ്ങനെ തോന്നിയില്ല എന്നതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ചർച്ചകൾക്ക് ആദ്യകാലങ്ങളിൽ വേണ്ടത്ര പ്രാമുഖ്യം ലഭിക്കാതിരുന്നത്. പിന്നീട് ഈ വിഷയങ്ങൾ കൂടുതൽ സജീവമായിട്ട് വന്നപ്പോഴാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ചർച്ചകളും ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായിട്ട് മുന്നോട്ട് വരുന്നത്. അപ്പോൾ അതൊരു കാരണമാണ്. അപ്പോൾ നമ്മൾ തിരുവെഴുത്ത് നോക്കിക്കഴിഞ്ഞാൽ തിരുവെഴുത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പരാമർശമുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഒരു വലിയ വിവാദം ഉടലെടുത്തു വന്നോ ഒരു വലിയ ചർച്ച ഉടലെടുത്തതായിട്ട് നമ്മൾ ആദിമ നൂറ്റാണ്ടുകളിൽ കാണുന്നില്ല. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ചിന്തകൾ ഏകദൈവ വിശ്വാസത്തിന് വലിയ ഭീഷണിയെ പലരും കണ്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയായിരിക്കും. അപ്പം ഈ പരിശുദ്ധാത്മാവിനെ നോക്കി കാണുമ്പോൾ നമ്മൾ ഒബ്വിയസ്ലി സഭാപിതാക്കന്മാരുടെ പോയിന്റ്സും കാര്യങ്ങളും നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും, കാരണം ഈ ദുരുപദേശത്തിനുള്ള മറുപടിയായിട്ട്. പക്ഷെ ഒരു പ്രാഥമിക വിലയിരുത്തലായിട്ട് നോക്കുമ്പോൾ ഇവർ മുന്നോട്ട് വെച്ച വീക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ഓടിച്ചുവിട്ട് പറയുകയാണെങ്കിൽ? ഇപ്പം സഭാപിതാക്കന്മാരുടെ കാര്യത്തിൽ ഇപ്പം ഐറേനിയസ് പറഞ്ഞിട്ടുണ്ട്, പിതാവിനെയും കുറിച്ച് പറയുമ്പോൾ പുത്രനും പരിശുദ്ധാത്മാവും പിതാവിൻ്റെ 2 കരങ്ങളാണ് എന്ന രീതിയിലുള്ള ഒരു പരാമർശം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. തെർത്തുല്യൻ വളരെ ആധികാരികമായിട്ട് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിത്വത്തെ വളരെ കൃത്യമായിട്ട് ഊന്നി പറയും. പരിശുദ്ധാത്മാവ് ദൈവമാണ് എന്നുള്ള വസ്തുതയെ വളരെ വ്യക്തമായിട്ട് വിശദീകരിക്കുന്ന രീതിയിൽ അദ്ദേഹം തൻ്റെ രചനകളിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ അലക്സാണ്ട്രിയയിലെ ഒറിജിനാണ് ആക്ച്വലി കുറച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങളൊക്കെ ഉയർത്തുന്ന രീതിയിലുള്ള ചിന്തകൾ അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. നിഖ്യാവിശ്വാസ പ്രമാണത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് വളരെ ചുരുക്കമായിട്ടുള്ളൊരു പരാമർശം മാത്രമാണ്. ഞങ്ങൾ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്കൊരു വിശദീകരണം അവിടെ പോയിട്ടില്ല. കാരണം അത്ര ഒരു സജീവമായൊരു ചർച്ച ആ സമയത്ത് നിഖ്യാ സുനോദോസിന് മുൻപ് വന്നിട്ടുണ്ടായിരുന്നില്ല പരിശുദ്ധാത്മാവിനെ കുറിച്ച്. നമ്മൾ നിഖ്യാ സുനോദോസ് വിശ്വാസ പ്രമാണം എന്ന് പറയുമ്പോൾ ഒരു ക്ലാരിഫിക്കേഷൻ ഉള്ളത്, ഈ AD 325 കൂടിയ കൗൺസിലിൽ
ആദ്യമായിട്ടൊരു ക്രീഡ് വരുന്നു. അത് കഴിഞ്ഞ് 381 കൂടിയ കോൺസ്റ്റന്റിനോപ്പിൾ കൗൺസിൽ, അത് ഈ പറഞ്ഞ പരിശുദ്ധ ദുരുപദേശത്തിന് ഖണ്ഡനമായിട്ട് വന്ന കൗൺസിലിൽ ആ ക്രീഡ് എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുന്നുണ്ട്. അതിനകത്ത് നമ്മൾ കാണുന്നു, ഇന്ന് നിങ്ങൾ നൈസിൻ ക്രീഡ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ മലയാളം ഇംഗ്ലീഷ് കാണാത്തുള്ള ആ എക്സ്റ്റൻഷൻ മൊത്തം വരുന്നത് കോൺസ്റ്റന്റിനോപ്പിൾ കൗൺസിലിന് ശേഷമാണ്. അപ്പോൾ നമ്മളിവിടെ നിക്യ സുനോദോസ് വിശ്വാസ പ്രമാണമെന്ന് പറഞ്ഞപ്പോൾ AD 325 രൂപം കൊണ്ട ആ ഷോർട്ടർ വേർഷനെ മാത്രം ഉദ്ദേശിച്ചാണ്. കാരണം ഇന്നത്തെ നോർമൽ പ്രയോഗത്തിനകത്ത് നൈസിൻ ക്രീഡ്, നൈസിൻ ഫെയ്ത്ത് എന്ന് പറയുമ്പോൾ ആ എക്സ്റ്റെൻഡഡ് വേർഷൻ, അതായത് നൈസിൻ കോൺസ്റ്റാന്റിനോപ്പിൾ ക്രീഡ് എന്ന് വിപുലീകരിച്ച് പറയുന്നതിനെ നമ്മൾ ഒറ്റവാക്കി ചുരുക്കി വിളിക്കുമ്പോൾ ഇന്നത് നമ്മൾ നൈസിൻ ക്രീഡ്, നൈസിൻ ഫെയ്ത്ത് എന്ന് ചുരുക്കി വിളിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ പറഞ്ഞ ഈ ദുരുപദേശത്തിന് വഴി വെച്ച് ഗ്രൂപ്പിനെ പറ്റി നമുക്ക് സംസാരിക്കാം. അവർ അറിയപ്പെട്ടെന്ന് ന്യൂമാറ്റോമാക്കിൻസ് എന്നായിരുന്നു. അപ്പോൾ നമ്മൾ അവരെ മനസ്സിലാക്കാൻ നമ്മൾ ആദ്യം കാണുന്നത് അവർ പിതാവിൻ്റെ ദൈവത്വം അംഗീകരിച്ചു, പുത്രൻ്റെ ദൈവത്വം അംഗീകരിച്ചു, പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിത്വം അംഗീകരിച്ചു. ഇപ്പോൾ മുമ്പ് പറഞ്ഞ പോലെ പേഴ്സൺ ആണെന്ന് സമ്മതിച്ചു, ശക്തി അങ്ങനെയൊന്നുമല്ല, പേഴ്സൺ ആണെന്ന് സമ്മതിച്ചു, പക്ഷേ ഡിവിനിറ്റി അവർ അംഗീകരിക്കുന്നില്ല. അപ്പോൾ അതിനെ നമ്മൾ കാണുന്നത് പുത്രൻ്റെ ദൈവത്വം അംഗീകരിക്കുമ്പോൾ ആ ഒരു ട്രിനിറ്റേറിയൻ ഫാക്ഷനകത്ത് തന്നെ ഈ ഒരു കൺഫ്യൂഷൻ നിലനിന്നിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ന്യൂമാറ്റോമാക്കിൻസ് ഇവരെ വിളിക്കാൻ കാരണം ഫൈറ്റേഴ്സ് എഗെയിൻസ്റ്റ് ദ സ്പിരിറ്റ്, ന്യൂമാറ്റോമാക്കിൻസ്, ന്യൂമാ സ്പിരിറ്റ് എന്നൊരു പ്രയോഗത്തിലാണ്. ഇവരെ മാസഡോണിയൻസ് എന്നും വിളിച്ചിരുന്നുണ്ട്. കാരണം കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ ബിഷപ്പായിരുന്ന 4-ാം നൂറ്റാണ്ടിലെ ഈ സംഭവം നടക്കുന്ന സമയത്ത് ആ പശ്ചാത്തലത്തിൽ കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ ബിഷപ്പായിരുന്ന മാസഡോണിയസ് എന്ന് പറയുന്നൊരു ബിഷപ്പ് അദ്ദേഹത്തെ 360 ഒരു കൗൺസിലിൽ പുറത്താക്കുന്നുണ്ട്. ആ പുറത്താക്കുന്നതിൻ്റെ കാരണമായിട്ടുള്ളത് ഒന്ന്, ഈ ഒരു സെമി ആര്യൻ അരിയൂസ് പക്ഷത്തിനോട് ചായവുള്ള രീതിയിലൊരു സ്റ്റാൻസ് അദ്ദേഹം കൈക്കൊണ്ടു. പിന്നെ പൊളിറ്റിക്കലായിട്ട് പല കാര്യങ്ങളും അവിടെ അരങ്ങേറി. എംപറർ കോൺസ്റ്റാന്റിനസ് രണ്ടാമൻ അദ്ദേഹത്തിനോട് ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുകയും അങ്ങനെ കുറേ പൊളിറ്റിക്കൽ സംഭവങ്ങൾ അവിടെ അരങ്ങേറുന്നുണ്ട്. അങ്ങനെ ഇദ്ദേഹത്തെ പുറത്താക്കി അന്ത്യോക്കിയിലെ യുഡോക്സിയസ് എന്ന ആൾ കോൺസ്റ്റാന്റിനോപ്പിളിലെ ബിഷപ്പായിട്ട് വരുന്നു. അപ്പം ഈ മാസിഡോണിയസിൻ്റെ വീക്ഷണത്തിലും ഈ പറയുന്ന ഒരു ആൻറ്റൈ ഹോളി സ്പിരിറ്റിൻ്റെ ഡിവിനിറ്റിക്ക് എതിരായിട്ടുള്ള സ്റ്റാൻസ് കാണുന്നതുകൊണ്ട് തന്നെ ന്യൂമാറ്റോമാക്കിൻസ് എന്നൊരു ജനറൽ ടേം ആപ്ലിക്കബിൾ ആകുമ്പോൾ തന്നെ ഈ ഗ്രൂപ്പിൻ്റെ മാസിഡോണിയൻസ്, അതായത് മാസിഡോണിയസിൻ്റെ പക്ഷം ചേരുന്നവർ, അരിയൂസിൻ്റെ പക്ഷം ചേരുന്നവർ, ആര്യനിസം എന്ന് പറയുന്ന പോലെ തന്നെ മാസിഡോണിയസിൻ്റെ പഠിപ്പിക്കൽ മുന്നോട്ട് കൊണ്ടുപോയവർ മാസിഡോണിയൻസ് എന്ന പേര് ആപ്പിളിലായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഇതൊരു ഓവർലാപ്പ് ഉണ്ടോ, എല്ലാവരും മാസിഡോണിയൻസിൻ്റെ പിൻഗാമികളാണോ എന്നുള്ള കാര്യത്തിൽ ചർച്ചയും അവ്യക്തത ഉണ്ടെങ്കിലും പോയിന്റ് ക്ലിയർ ആണ്. മാസിഡോണിയൻസ്, ന്യൂമാറ്റോമാക്കിൻസ് രണ്ടുപേരും പരിശുദ്ധാത്മാവിൻ്റെ ദൈവികതയ്ക്ക് എതിരായിട്ട് ശബ്ദം ഉയർത്തിയവരാണ്. പിന്നെ നമ്മൾ കാണുന്നത് ഇവർ സ്വാധീനം ചെലുത്തുന്ന രംഗം എപ്പോഴും കാണും. നമ്മൾ ഈ സഭാചരിത്രം 4-ാം നൂറ്റാണ്ടിലുള്ള സഭാചരിത്രം കാണുമ്പം അവിടെ എല്ലാം സഭാചരിത്രം എല്ലാം നോക്കുമ്പോൾ ഈ ഓരോ ചക്രവർത്തിമാരെ സ്വാധീനിക്കുന്ന എംപറർ വാലൻസിനെ പോലുള്ള ഒരു ആര്യൻ പക്ഷം ചേർന്ന് നിൽക്കുന്നവരൊക്കെ സ്വാധീനിച്ച് അരിയൂസിൻ്റെ ടീം സ്വാധീനിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവർ സ്വാധീനിക്കുകയും ഒക്കെ ചെയ്യുന്ന നമ്മൾ കാണുന്നുണ്ട്. ഇവരുടെ ഈ ന്യൂമാറ്റോമാക്കിയൻസ് എന്ന ഗ്രൂപ്പിൻ്റെ ഒരു പരിണാമം നമ്മൾ കാണുന്നത് ഈ ആദ്യം പറഞ്ഞൊരു ഹോമിയോ യൂസ്യ എന്ന് പറഞ്ഞൊരു മിഡിൽ ഗ്രൗണ്ട് ഉണ്ടല്ലോ, പിതാവിനെ പോലെയാണ് പുത്രൻ, അതേ ഡിവിനിറ്റി അല്ല പക്ഷേ അതേപോലത്തെ എന്ന് പറഞ്ഞ ആ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അവരിൽ നിന്നൊരു ഉളവായി വരുന്ന അല്ലെങ്കിൽ അവരുടെ ഒരു ആശയങ്ങൾ ഉൾക്കൊണ്ട് വരുന്ന ഒരു പരിണാമമാണ് നമ്മൾ ഇവരുടെ ഗ്രൂപ്പിലും കാണുന്നത്. മുമ്പ് പറഞ്ഞ പോലെ പരിശുദ്ധാത്മാവ് ജനിക്കപ്പെട്ടവനാണ്, ജനിക്കപ്പെടാത്തവനാണോ എന്നുള്ള ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ ഇവരിൽ നിന്ന് വരുന്നു. പക്ഷേ ഇവർ അരിയൂസ് ടീമിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാണുന്നത് പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ഒരേപോലെ സൃഷ്ടികളായിട്ട് തരം താഴ്ത്തുന്ന ഒരു അപ്രോച്ചാണ് ഈ ന്യൂമാറ്റോമാക്കിൻസ് കൈക്കൊള്ളുന്നത്. പുത്രൻ്റെ ഡിവിനിറ്റി ഒരു നിയർ ഡിവിനിറ്റി ആയി കൈക്കൊള്ളുമ്പോഴും ഒരു സബോർഡിനേഷൻ അവിടെ ശക്തമായിട്ട് അവരത് മുന്നോട്ട് വെക്കുന്നു. അപ്പോൾ ഇങ്ങനെ കുറേ ന്യൂവാൻസസ് ഉണ്ട്. കാരണം ഇതൊക്കെ ഈ 4-ാം നൂറ്റാണ്ടിൽ സഭയിൽ ഇങ്ങനെ പല ആശയങ്ങളും ദുരുപദേശങ്ങളും കടന്നു വരുമ്പോൾ പല വേരിയേഷൻസ് ഭയങ്കര സ്പീഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, പല രീതിയിലുള്ള ഡോക്ട്രിനൽ ഹെററ്റിക്കൽ മ്യൂട്ടേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല രീതിയിലും കലങ്ങി തെളിഞ്ഞ് വരുന്ന ഒരു സന്ദർഭമാണ്. പല കാര്യം നമുക്ക് വ്യക്തമായിട്ട് വരുന്നതേ ഉള്ളൂ. ഇവർക്ക് സ്വാധീനം വരുന്നത് ഈസ്റ്റേൺ എംപയറിൻ്റെ ഈസ്റ്റേൺ ഭാഗത്ത് ഏഷ്യ മൈനറിലാണ് സ്വാധീനം എടുത്തു വരുന്നത്. അവിടെ നിക്യ സുനോദോസിൻ്റെ നിക്യ വിശ്വാസം, ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഡിഫൻഡേഴ്സ് ആയിട്ടുള്ള കൈസറിലെ ബേസിലിനോടൊക്കെയാണ് ഇവർക്കെതിരെ ശക്തമായിട്ട് എതിർത്ത് വരികയും ചെയ്യുന്നത്. ബേസിലും ഗ്രിഗറിയൊക്കെയാണ് ഇവരെ ന്യൂമാറ്റോമാക്കിൻസ് എന്ന വാക്ക് കോയിൻ ചെയ്ത് അഭിസംബോധന ചെയ്ത് ഇവരെ എതിർക്കുകയും നമ്മൾ ചെയ്യുന്നത് കാണുന്നത്. മുമ്പ് പറഞ്ഞാലേ മാസിഡോണിയസിൻ്റെ വീക്ഷണത്തിന് ചേർന്ന് നിന്ന് പോകുന്നതുകൊണ്ട് മാസിഡോണിയൻസ് എന്ന് വിളിച്ചാലും ഇവരെല്ലാവരും ഒരേപോലെ ആ ഒരു ടീച്ചിങ് ഫോർമാറ്റ് വരുമ്പോൾ ഇവരെല്ലാവരും മാസിഡോണിയസിന് ശിക്ഷതന്മാർ തന്നെ ആയിരുന്നോ എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇതായിരുന്നു അതിൻ്റെ ആ ഗ്രൂപ്പിൻ്റെ ഒരു ഓവർവ്യൂ തന്നത്. ഫൈൻ. അപ്പോൾ അങ്ങനെ ഈ ഗ്രൂപ്പ് ശക്തി ആർജിച്ച് വരുന്നു, ഇവർ സ്വാധീനം ചെലുത്തുന്നു. അങ്ങനെ ആ പശ്ചാത്തലത്തിലാണ് കോൺസ്റ്റാന്റിനോപ്പിൾ കൗൺസിൽ, ക്രൈസ്തവ സഭയുടെ 2ാമത്തെ എക്യുമെനിക്കൽ കൗൺസിൽ അതിലേക്ക് വരുന്ന സംഭവം പറയാം.
അപ്പം ഈ ആര്യനിസം, അപ്പം അന്നേരം ഈ ആര്യനിസം ഒരു ത്രെറ്റായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. നമ്മൾ ഈ ചരിത്രം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു, പിന്നെയും കുറച്ച് കാലങ്ങളെടുത്തു, നിക്കോസ് സുനോദോസ് വിശ്വാസത്തിന് ശേഷം പിന്നെ കുറച്ച് കാലങ്ങളെടുത്തു ആര്യനിസം പുറത്താക്കപ്പെടാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ തിയോഡോഷ്യസ് ചക്രവർത്തി ക്രിസ്ത്യ വിശ്വാസത്തിന് വളരെ അനുകൂലമായിട്ട്, ഓർത്തഡോക്സിക്ക് അനുകൂലമായിട്ട് എന്നൊരു ചക്രവർത്തിയായിരുന്നു. അദ്ദേഹം ഈ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന സിറ്റി വളരെയധികം ആര്യൻ ഇൻഫ്ലുവൻസിന് കീഴിലായിരുന്നുകൊണ്ട് അവിടെ നിന്ന് ആ സ്വാധീനം തുടച്ചു നീക്കാൻ വേണ്ടി അദ്ദേഹം പരിശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് നാസിയാനസിലെ ഗ്രിഗറിയെ തിയോഡോഷ്യസ് ചക്രവർത്തി കോൺസ്റ്റാന്റിനോപ്പിളിലെ ബിഷപ്പായിട്ട് ഇൻസ്റ്റോൾ ചെയ്യാൻ അദ്ദേഹം ശ്രമിക്കുന്നു. അങ്ങനെ ഈ ഇൻസ്റ്റലേഷൻ സെറമണി, ആ സ്ഥാനാരോഹണം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ഒരു റൈവൽ ഗ്രൂപ്പ് അവിടെ കടന്നു വരികയും മാക്സിമസ് ദ സിനിക് എന്ന് പറയുന്ന ആളെ അവിടുത്തെ ബിഷപ്പായിട്ട് സ്ഥാപിക്കണം എന്ന് വാദിക്കുകയും അങ്ങനെ ഒരു ലഹളയ്ക്ക് തുല്യമായ സംഭവം ഉണ്ടാകുക, ഒരു മോബ് കയറി വരികയും ആകെ അവിടെ അലങ്കോലമാവുന്നുണ്ട്. അപ്പോൾ തിയോഡോസ് ചക്രവർത്തി റോമിൽ എന്ന ബിഷപ്പായിരുന്ന ഡമസസിന് കത്തയച്ച് ചോദിക്കുന്നു, ഓക്കെ എന്താണ് താങ്കളുടെ അഭിപ്രായം? അപ്പോൾ അന്നേരം റോമിലെ ബിഷപ്പായിരുന്ന ഡമസസിൻ്റെ അഭിപ്രായം പറഞ്ഞത്, നിങ്ങളൊരു സുനോദോസ് വിളിച്ചുകൂട്ടി ഈ മാക്സിമസ് എന്ന സിനിക്കിനെ പുറത്താക്കും, കാരണം ക്രൈസ്തവ വിശ്വാസത്തിനെതിരായിട്ടുള്ള രീതി പ്രവൃത്തിയിൽ അത് ചെയ്യുന്നതുകൊണ്ട് പുറത്താക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു കൗൺസിൽ വിളിച്ചു കൂട്ടുന്നു. ആ കൗൺസിലിനെ പ്രിസൈഡ് ചെയ്യാൻ വേണ്ടി, ചെയർ ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്നത് അന്ത്യോക്കിലെ മെലിത്തിയസ് എന്ന് പറയുന്ന ഒരാളാണ്. പക്ഷേ അദ്ദേഹം കൗൺസിൽ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് മരണപ്പെടുന്നു. അങ്ങനെ മുമ്പ് പറഞ്ഞ നാസിയാനസിലെ ഗ്രിഗറി ഈ കൗൺസിലിലെ ലീഡ് ചെയ്യാൻ വേണ്ടി എലക്ട് ചെയ്യപ്പെടുന്നു. പക്ഷേ ഗ്രിഗറിയുടെ ആ പൊസിഷനെ എതിർത്തുകൊണ്ട് ഒരു കൂട്ടം ബിഷപ്സ് വരുന്നു. അവർ വന്ന് ഗ്രിഗറി ഈ സ്ഥാനത്തിരിക്കാൻ പാടില്ല എന്നും കോൺസ്റ്റാന്റിനോപ്പിളിലെ ബിഷപ്പായിട്ടും ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഗ്രിഗറിയെ മൊത്തത്തോടെ എതിർക്കുന്നു. അപ്പോൾ അതിനൊരു സൊല്യൂഷനായിട്ട് ഗ്രിഗറി തന്നെ ഓഫർ ചെയ്യുന്നു, ഓക്കെ ഞാൻ റിസൈൻ ചെയ്യാം, 2 സ്ഥാനത്ത് റിസൈൻ ചെയ്യാം, നമുക്ക് ഈ കൗൺസിൽ മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ എന്ന് പറഞ്ഞ് റിസൈൻ ചെയ്യുകയും ആ കൗൺസിൽ പിന്നീട് ഒരാളെ തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഈ കൗൺസിൽ കൂടുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, ദമസസിലെ ബിഷപ്പായിരുന്ന റോമിലെ ബിഷപ്പായിരുന്ന ദമസസ്, അത് റോമൻ കത്തോലിക്കർ നോക്കുമ്പോൾ പോപ്പ് ദമസസ് എന്നവർ വിളിക്കുന്ന റോമിലെ ബിഷപ്പായിരുന്ന ദമസസ് ഈ കൗൺസിൽ വിളിച്ചുകൂട്ട ഒരു സജഷൻ പറഞ്ഞതിന് ശേഷം പോലും വെസ്റ്റേൺ സൈഡിൽ നിന്നുള്ള, റോമിൻ്റെ സൈഡിൽ നിന്നുള്ള ബിഷപ്പുമാരോ ദമസസ് ആരും ഇവിടെ വരുന്നില്ല. ഇവിടെ ഈസ്റ്റേൺ സൈഡിൽ നിന്നുള്ള ബിഷപ്പുമാരും, അതായത് ഈസ്റ്റേൺ ചർച്ച് എന്ന് പറയാവുന്ന ഇന്നത്തെ നമ്മൾ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ഈസ്റ്റേൺ ചർച്ച് എന്ന് പറയത്തക്ക രീതിയിൽ അവിടെ നിന്നുള്ള ബിഷപ്പുമാരാണ് ഈ കൗൺസിൽ വന്നുകൂടുന്നത്. 150 ഓളമാണ് കോൺസ്റ്റാന്റിനോപ്പിൾ വിശ്വാസ പ്രമാണം അംഗീകരിക്കുന്ന ഫൈനൽ കൗണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഒരു 10-20 എക്സ്ട്രാ ആൾക്കാർ വന്നിട്ടുണ്ട്. അവർ പിന്നെ പിന്മാറി പോവുകയാണ് ചെയ്യുന്നത്. ഈ പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദുരുപദേശം പറഞ്ഞുകൊണ്ട് അവർ പിന്മാറി പോകുന്നു. ഫൈനൽ ഒരു 150 ബിഷപ്പുമാരാണ് കൗൺസിലിൻ്റെ തീരുമാനം അംഗീകരിച്ച് നിലനിൽക്കുന്നത്. അപ്പോൾ അവിടെ വെസ്റ്റേൺ സൈഡിൽ നിന്ന്, റോമിൻ്റെ സൈഡിൽ നിന്ന് ഒരു ഇൻവോൾവ്മെൻ്റ് ഇല്ല. മാത്രമല്ല ഞങ്ങളിതിൻ്റെ പ്രിപ്പറേഷൻ ഞങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഡെനിസ് നോട്ട് ചെയ്ത കാര്യമാണ്, അന്ന് റോമിലെ ബിഷപ്പ് ആ രീതിയിലുള്ള ക്രൈസ്തവ സഭയുടെ മൊത്തം സ്വാധീനം ഉണ്ടായിരുന്ന ആളാണെങ്കിൽ അവിടെ കൗൺസിൽ പ്രിസൈഡ് ചെയ്തിരുന്നത്, ഒരു എക്യുമെനിക്കൽ കൗൺസിൽ ഇത്തരത്തിൽ കാര്യമായിട്ടുള്ള തൃത്വ വിഷയത്തിൽ പ്രിസൈഡ് ചെയ്തിരിക്കേണ്ടത് ദമസോസ്, റോമിലെ ബിഷപ്പായ ദമസോസ് ആയിരുന്നു. പക്ഷെ അതല്ലായിരുന്നു അവിടെ നടക്കുന്നത്. സോ അതൊക്കെ ഇതിനകത്തുള്ള സഭാചരിത്രത്തിൻ്റെ ഉള്ളറിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ചില കാര്യങ്ങളാണ്. അപ്പോൾ ഈ കൗൺസിൽ വിളിച്ചു കൂടുന്നു. അങ്ങനെ ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നൊരു കാര്യം, ഈ ന്യൂമറ്റോമാക്കിൻസിനെ എങ്ങനെയെങ്കിലും കോംപ്രമൈസിലൂടെയോ അല്ലെങ്കിൽ സംയമനം പാലിപ്പിച്ച് അവരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാം എന്നൊരു അറ്റംപ്റ്റ് നടക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും പരിശുദ്ധാത്മാവിൻ്റെ ദൈവികത പൂർണ്ണമായിട്ട് ഒരിക്കലും കോൺസ്റ്റാന്റിനോപ്പിൾ കൗൺസിൽ തള്ളിക്കളയുന്നില്ല. അപ്പം ഇവരെ സമന്വയിപ്പിക്കണം, പക്ഷേ എന്നാൽ തൃത്വം നിലനിർത്തണം. ആ രീതിയിലുള്ള അറ്റംപ്റ്റാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കോൺസ്റ്റാന്റിനോപ്പിൾ ക്രീഡ് നമ്മൾ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ നൈസിയ കോൺസ്റ്റാന്റിനോപ്പിൾ ക്രീഡ് വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ ലോർഡ് ആൻഡ് ഗിവർ ഓഫ് ലൈഫ് എന്നും, പിതാവിൽ നിന്ന് പുറപ്പെടുവനെന്നും, വർഷിപ്ഡ് ആൻഡ് ഗ്ലോറിഫൈഡ്, പിതാവിനോട് പുത്രനോട് തത്തുല്യമായിട്ട് ആരാധിക്കുകയും മഹത്വീകരിക്കപ്പെടുകയെന്നും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ തന്നെ ആ ഒരു സിമിലാരിറ്റി കൊടുക്കുന്നു. പക്ഷേ ഇത് ഇങ്ങനൊരു എഫേർട്ട് ഇവരെ ഉൾക്കൊള്ളുവാൻ, ഇവരെ ക്രൈസ്തവ സഭയോട് ചേർത്ത് നിർത്തുവാൻ ഒരു എഫേർട്ട് ഇട്ടപ്പോൾ പോലും ന്യൂമറ്റോമാക്കിൻസ് കംപ്ലീറ്റ് അവരുടെ നിലപാട് ഉറച്ച് ഇല്ല, ഞങ്ങളിത് അംഗീകരിക്കത്തില്ല എന്ന് പറഞ്ഞ് മാറി തന്നെ നിൽക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എഫേർട്ടിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാണുന്നത്, ഈ ആദ്യ കൗൺസിൽ കൂടിയപ്പോൾ പുത്രന് പിതാവിൻ്റെ അതേ സാരാംശമാണെന്ന് സ്പഷ്ടമായിട്ട് പറയുന്ന രീതിയിൽ പരിശുദ്ധാത്മാവിനെ പിതാവിൻ്റെ അതേ ദൈവിക സാരാംശമാണെന്ന് സ്പഷ്ടമായിട്ട് നമ്മൾ കാണുന്നില്ല. ഈ ക്രീഡിലും കാണുന്നില്ല, ആ കൗൺസിൽ ഡയലോഗിലും അത്ര എക്സ്പ്ലിസിറ്റ് ആയിട്ട് നമ്മൾ അത് കാണുന്നില്ല. അതിനകത്ത് ബേസിലിനൊരു അഭിപ്രായത്തിൻ്റെ പ്രസക്തിയുണ്ട്, അല്ലെങ്കിൽ ബേസിൻ്റെ ആ ഒരു വീക്ഷണത്തിൽ ബേസിലിൻ്റെ ഒരു അഭിപ്രായത്തിൻ്റെ ഒരു ഒരു സ്വാധീനമുണ്ട്. എന്താ നമുക്ക് ബേസിലിനെ പറ്റി നമ്മൾ പറയും, പക്ഷെ അതെന്താണ് അവിടെ സംഭവിക്കുന്നത്? അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിലിൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ചിട്ട് തിരുവെഴുത്തിൽ യേശുക്രിസ്തുവിനെ ഏകദേശം 8 ഭാഗങ്ങളിലെങ്കിലും ദൈവം എന്ന് നേരിട്ട് പരാമർശിച്ചിട്ടുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിനെ നേരിട്ട് ദൈവം എന്ന് പരാമർശിച്ചിട്ടുള്ള വാക്യങ്ങളൊന്നും തന്നെ പുതിയ നിയമത്തിലില്ല.
ദൈവം എന്ന് പറയുന്ന തിയോസ് എന്ന് പറഞ്ഞ പദം ഉപയോഗിച്ചിട്ട് അപ്പോസ്തല പ്രവൃത്തിയിൽ ഓഫ്കോഴ്സ് അവിടെ കൃത്യമായിട്ട് പത്രോസ് പറയുമ്പോൾ പരിശുദ്ധാത്മാവിനെ എന്ന് പറഞ്ഞിട്ട് പിന്നീട് ദൈവം എന്നുള്ള പറയുന്നുണ്ട് 5-ാം അധ്യായത്തിൽ. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും ദൈവം എന്നുള്ള ആ രീതിയിൽ തന്നെയാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നേരിട്ട് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞതുപോലെ ദൈവം എന്ന് പറയുന്ന പദം നേരിട്ട് പരിശുദ്ധാത്മാവിനെ ഉപയോഗിച്ചിട്ടില്ല, കാരണം ദൈവത്തിൻ്റെ ആത്മാവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബേസിൽ പറഞ്ഞു തിരുവഴുത്തിനോടുള്ള ആ ഒരു വിശ്വസ്തത പുലർത്തിക്കൊണ്ട് പരിശുദ്ധാത്മാവ് ദൈവമാണ്, സത്യദൈവമാണ്. അത് അദ്ദേഹം വളരെ ആധികാരികമായിട്ട് തന്നെ അത് തന്നെ സ്ഥാപിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഒരു പുസ്തകം തന്നെ എഴുതി. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്വം പൂർണ്ണമായിട്ടും സ്ഥാപിക്കുമ്പോൾ പോലും നേരിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ദൈവമെന്ന് തിരുവഴുത്ത് വിളിച്ചിട്ടില്ലാത്തത് കൊണ്ട് അങ്ങനെ വിളിക്കാൻ അദ്ദേഹം ഒരു വിമുഖത പ്രകടിപ്പിച്ചിരുന്നു. അതിന് അദ്ദേഹത്തിൻ്റെ സുഹൃത്തും അതുപോലെ തന്നെ ബ്രദറുമായിട്ടുള്ള ആളുകൾ നിസായിലെ ഗ്രിഗറി, നാസിയാൻസിലെ ഗ്രിഗറി, അവർക്ക് അതിനോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്വാധീനമുണ്ട്. പിന്നെ ജേക്കബ് പറഞ്ഞതുപോലെ ഇവിടെ നേരിട്ട് പരിശുദ്ധാത്മാവിനെ ഏകസാരാംശം എന്ന് പറയുകയോ നേരിട്ട് ദൈവമെന്ന് ഇപ്പോൾ സത്യദൈവത്തിനുള്ള സത്യദൈവം എന്ന് പുത്രനെ കുറിച്ച് പറഞ്ഞതുപോലെ പറയാതിരിക്കുകയോ ചെയ്തതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്തെ അവരോട് അഫേം ചെയ്തു. ഇപ്പം ഏക സാരാംശം എന്ന് പറഞ്ഞില്ലെങ്കിലും തുല്യമായ ആരാധന എന്ന് പറയുമ്പോൾ തന്നെ ദൈവം എന്ന് പറയുന്ന ആ ഒരു വസ്തുത അവിടെ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു. പരിശുദ്ധാത്മാവിനെ കർത്താവ് എന്ന് പറയുന്നിടത്ത്, ജീവൻ നൽകുന്നതെന്ന് പറയുന്നിടത്തെല്ലാം ആ ദൈവത്തോടെ സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു. പക്ഷെ നേരിട്ട് ദൈവം ഒന്ന് വിളിച്ചില്ല. അപ്പം ന്യൂമറ്റമാക്കിയൻസ് ആ ഒരു രീതിയിൽ അവരെയും കൂടി ഒന്ന് ഉൾക്കൊള്ളാൻ സാധിക്കുമോ, അവരും കൂടി ഈ ഇതിനോട് കൂടി ചേർന്ന് വരികയാണെങ്കിൽ സഭയിലെ ഐക്യത, കാരണം അടിസ്ഥാനപരമായിട്ട് ഈ ചർച്ചകളുടെ എല്ലാം ലക്ഷ്യം എന്ന് പറയുന്നത് സഭയിൽ ഉപദേശപരമായിട്ടുള്ള ഐക്യത നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ളൊരു കോംപ്രമൈസിനുള്ളൊരു വാതിലാണ് അവർ തുറന്നിട്ടത്, നേരിട്ട് ദൈവമൊന്നും വിളിക്കാതെ. ഓഫ് കോഴ്സ് സ്ക്രിപ്ചറിൽ അതിനൊരു റീസൺ ഉണ്ടെന്നുള്ളത് ഓൾറെഡി ഡിസ്കഷൻ നടന്നു. അതും ഇതിനെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിലേക്ക് നമ്മൾ ചിന്തിക്കും, ഇവർ കൂടി വന്നിട്ട് ലാസ്റ്റ് ഇവർ കോംപ്രമൈസ് ചെയ്യുകയായിരുന്നോ? കോൺസ്റ്റാന്റിനോപ്പിൾ ക്രീഡ് വായിക്കുമ്പോൾ കോംപ്രമൈസ് ആണ് അവിടെ രേഖപ്പെടുത്തിയത് നമുക്ക് പെട്ടെന്ന് തോന്നിയാൽ പോലും ശ്രദ്ധിക്കേണ്ടത് ആ ഫ്രെയിമിംഗ് എല്ലാം കൊടുത്തത് ന്യൂമറ്റമാക്കിൻസ് അംഗീകരിച്ചില്ല. അവർ അംഗീകരിച്ചിട്ട് നമുക്ക് പറയാം ഓക്കെ ഇതൊരു ക്ലിയർ കോംപ്രമൈസ് ആയിരുന്നു എന്ന് പറയാം. പക്ഷെ അവർ അംഗീകരിച്ചില്ല, കാരണം അവർക്കത് വായിക്കുമ്പോൾ ക്ലിയർ ആണ്. അവർ പറഞ്ഞ പോലെ പരിശുദ്ധാത്മാവ് ദൈവമല്ല എന്നതല്ല കോൺസ്റ്റാന്റിനോപ്പിൾ ക്രീഡിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവർ അതിനെ പൂർണ്ണമായിട്ടും എതിർത്തത്. പരിശുദ്ധാത്മാവിന്റെ സാരാംശവും ആ സാരാംശത്തിലുള്ള ഏകത്വവും വളരെ അസന്നിഗ്ധമായിട്ട് പിന്നീട് പ്രഖ്യാപിക്കുന്നത് 2-ാം കോൺസ്റ്റാന്റിനോപ്പിൾ കൗൺസിലാണ്. AD 553 നടക്കുന്ന കൗൺസിലിൽ വളരെ കൃത്യമായിട്ട് നേരിട്ട് പരിശുദ്ധാത്മാവിന്റെ ഏകസാരാംശം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ. അപ്പം ഈ ന്യൂമറ്റമാക്കിൻസ് ഇതിനു വേണ്ടി മുന്നോട്ട് വെക്കുന്ന വാദങ്ങൾ എന്തൊക്കെയാണ്? കാരണം പൊതുവിൽ പുത്രനെതിരായിട്ടുള്ള വാദങ്ങൾ നമ്മുടെ ഇടയിലുള്ള പലർക്കും ക്രൈസ്തവർക്കും ഒരു പക്ഷേ അറിയാമായിരിക്കാം, കാരണം മറ്റു പല വിശ്വാസങ്ങളും ഈശ്വരനെ ദൈവത്തെ ചോദ്യം ചെയ്യുന്നുള്ളതുകൊണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവിനെതിരായിട്ട് ന്യൂമറ്റമാക്കിൻസ് അന്ന് മുന്നോട്ട് വെച്ച വാദങ്ങളൊന്ന് വേഗത്തിൽ പറയാമോ? അവരുടെ ചില വാദങ്ങൾ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അത് എന്ത് പ്രസക്തി ഉണ്ടെന്ന് നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട്. പക്ഷെ അവരുടെ ഒരു ലോജിക്കാണ്. കാരണം നേരത്തെ ജേക്കബ് പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവ് പുത്രനാണോ, ജനിച്ചവനാണോ, അതോ ജനിക്കാത്തവനാണെങ്കിൽ പിതാവിനെ പോലെയാണെങ്കിൽ 2 അൾട്ടിമേറ്റ് പ്രിൻസിപ്പിൾസ് വരും. അപ്പോൾ 2 ദൈവങ്ങളാണോ, അങ്ങനൊരു കോൺസെപ്റ്റ്. അപ്പോൾ അവിടെയാണ് അപ്പോൾ അവർ അതിനെ വിശദീകരിക്കാൻ ശ്രമിച്ച് പരിശുദ്ധാത്മാവ് സൃഷ്ടിയാണ് എന്ന് പറയുമ്പോൾ അവർ പറഞ്ഞ ഒരു കാരണം, ഈ മത്തായി സുവിശേഷം 28:19 സ്നാനനാമത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞിട്ട് 3ാമതായിട്ടാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ മഹത്വത്തിന് പദവിയിലും ഉള്ള താഴ്ചയാണ് അവിടെ കാണിക്കുന്നത്. പിതാവിനും പുത്രനും തുല്യമായിട്ടുള്ള ആ ഒരു രീതിയിലല്ല, പരിശുദ്ധാത്മാവിൻ്റെ മഹത്വത്തിലുള്ള താഴ്ചയാണ് ഇവിടെ കാണിക്കുന്നത്. അവരെടുത്ത ഒരു വാക്യമാണ്. പിന്നീട് അവർ പറഞ്ഞു സേവകാത്മാക്കളെന്ന് ഒരു പ്രയോഗം എബ്രായ ലേഖനം 1-ാം അധ്യായത്തിലുണ്ട്, 14-ാം വാക്യത്തിലുണ്ട്. അപ്പോൾ അവിടെ സേവകാത്മാക്കൾ എന്ന് പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണെന്നും പരിശുദ്ധാത്മാവിനെ ആ നിലയിൽ ഒരു ഉയർന്ന ദൂതന്മാരുടെ ശ്രേണിയിൽ ഉയർന്ന ദൂതൻ എന്ന രീതിയിൽ കാണാമെങ്കിലും സേവകാത്മാവ് എന്ന രീതിയിൽ ദൈവത്വമുള്ള വ്യക്തിയായിട്ട് കാണാൻ സാധിക്കില്ല, സൃഷ്ടിയായിട്ടേ കാണാൻ സാധിക്കുള്ളൂ എന്നുള്ളൊരു ചിന്തയാണ് അവർ പറഞ്ഞത്. ഓഫ് കോഴ്സ് അവിടെ പരിശുദ്ധാത്മാവിനെ അല്ല സേവകാത്മാക്കൾ എന്ന് വിളിച്ചിരിക്കുന്നതെന്ന് നമുക്കറിയാം. ഞാൻ അവരുടെ വ്യാഖ്യാനമാണ് പറയുന്നത്. അതല്ലെങ്കിൽ ഇപ്പം തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 5:21 നമ്മൾ വായിക്കുന്ന ഭാഗത്ത് പരിശുദ്ധാത്മാവിനെ നേരിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതൊരു അവിടെ എഴുതിയിരിക്കുന്നത് നീ പക്ഷമായ ഒന്നും ചെയ്യാതെ കണ്ട് സിദ്ധാന്തം കൂടാതെ ഇവ പ്രമാണിച്ചു കൊള്ളണമെന്ന് ഞാൻ ദൈവത്തെയും ക്രിസ്തുവിനെയും ശ്രേഷ്ഠദൂതന്മാരെയും സാക്ഷിയാക്കി നിന്നോട് കൽപ്പിക്കുന്നു. അപ്പം അവിടെ ദൈവത്തെയും ക്രിസ്തുവിനെയും ശ്രേഷ്ഠദൂതന്മാരെയും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ദൈവമുണ്ട്, ക്രിസ്തുവുണ്ട്, പക്ഷെ പരിശുദ്ധാത്മാവ് എവിടെ? അപ്പൊ അവർ പറഞ്ഞു പരിശുദ്ധാത്മാവാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ശ്രേഷ്ഠദൂതൻ
അപ്പോൾ ആ ശ്രേഷ്ഠ ദൂതന്മാരുടെ പട്ടികയിലാണ് പരിശുദ്ധാത്മാവ് പെടുന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവ് സൃഷ്ടിയാണല്ല, പരിശുദ്ധാത്മാവ് അങ്ങനെ ഒരു വ്യക്തിയായിട്ടുള്ള പരിശുദ്ധാത്മാവ് അങ്ങനെ വ്യക്തി. അവിടെയാണ് നമ്മുടെ ഈ ആധുനിക ദുരുപദേശങ്ങളായിട്ടുള്ള വ്യത്യാസം അവിടെയാണ്. പരിശുദ്ധാത്മാവ് വ്യക്തിയാണെന്നുള്ള കാര്യത്തിൽ അവർക്ക് യാതൊരു തർക്കവും ഉണ്ടായിരുന്നില്ല. സത്യത്തിൽ ആ കാര്യത്തിൽ ആധുനിക ദുരുപദേശന്മാരെക്കാളും ഒരു നല്ല നിലപാടാണ് അവർ പുലർത്തിയെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം അത് നിഷേധിക്കുന്ന എത്രയോ ബാലിശമാണ്. അപ്പം പരിശുദ്ധാത്മാവ് വ്യക്തിയാണെന്നുള്ള അവർക്ക് ബോധ്യമുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ സാക്ഷികളുടെ പട്ടിക പറയുമ്പോൾ എന്തുകൊണ്ട് ഈ വ്യക്തിയുടെ പേര് പറഞ്ഞില്ല? അപ്പൊ അവിടെ പറഞ്ഞിട്ടുണ്ട് ദൈവവും ക്രിസ്തുവും പിന്നെ ശ്രേഷ്ഠദൂതന്മാരും. അപ്പൊ ആ ശ്രേഷ്ഠദൂതന്മാരുടെ ഗണത്തിലാണ് പരിശുദ്ധാത്മാവ് പെടുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഒരു സൃഷ്ടിയാണ്. ഇതൊക്കെയായിരുന്നു അവരുടെ ഒരു വാദം. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അങ്ങനെ പിതാവിൻ ദൈവത്തെക്കുറിച്ചും വചനത്തെക്കുറിച്ചും പറയുന്നുണ്ട്. ബാക്കിയുള്ളതെല്ലാം അവൻ മുഖാന്തരമാണെങ്കിൽ വ്യക്തിയായിട്ടുള്ള പരിശുദ്ധാത്മാവും അവൻ മുഖാന്തരം തന്നെ സൃഷ്ടിക്കപ്പെട്ടു. നേരത്തെ പറഞ്ഞ ആമോസിന്റെ 4:13. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് അവർ ഉപയോഗിച്ച വാക്യങ്ങൾ. പ്രായോഗിക തലത്തിൽ അവർ പരിശുദ്ധാത്മാവിനെ പിതാവിനും പുത്രനും തുല്യമായിട്ടുള്ള മഹത്വം നൽകുന്നതിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു. മറിച്ച് പിതാവിന് പുത്രൻ മുഖാന്തരം പരിശുദ്ധാത്മാവിൽ ആരാധന, അതാണ് അവർ അർപ്പിച്ച ആരാധനയുടെ രീതി എന്ന് പറയുന്നത്. പിതാവിന് പുത്രൻ മുഖാന്തരം പരിശുദ്ധാത്മാവിൽ ആരാധന. അപ്പോൾ പരിശുദ്ധാത്മാവിന് മഹത്വം നൽകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെയാണ് യഥാർത്ഥത്തിൽ കോൺസ്റ്റാന്റിനോപ്പിൾ ക്രീഡിൽ പിതാവിനും പുത്രനും തുല്യമായി ആരാധിക്കപ്പെടുന്നവരെന്ന് പറയുന്ന വാക്കിന്റെ പ്രസക്തി അവിടെയാണ് വരുന്നത്. അതെങ്ങനെയാണ് പരിശുദ്ധാത്മാവിന്റെ ദൈവത്വത്തെ പ്രസ്താവിക്കുന്നതും പ്രഖ്യാപിക്കുന്നതും ആകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂമറ്റോമാക്കിയൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആരാധന പിതാവിന് പുത്രനിൽ പരിശുദ്ധാത്മാവിലാണ് ആരാധന. പുത്രനിലൂടെ പിതാവിന് പരിശുദ്ധാത്മാവിലാണ് ആരാധന. പരിശുദ്ധാത്മാവിനെ അവർ ആരാധിക്കുന്നില്ല, ദൈവമായിട്ട് അവർ കാണുന്നില്ല. അപ്പം ആ നിലപാടിനെയാണ് തിരുത്തിക്കൊണ്ട് കോൺസ്റ്റാന്റിനോപ്പിൾ സുനോദോസിൽ അവർ പറഞ്ഞത് പിതാവിനും പുത്രനും തുല്യമായി ആരാധിക്കപ്പെടുന്നവൻ എന്നൊരു പ്രയോഗം അവിടെ വന്നത്. ഇതൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട വാക്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് പിന്നീട് നമ്മൾ നോക്കുമ്പോൾ ധാരാളം സഭാപിതാക്കന്മാർ ഇതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വിമർശനങ്ങളും ഖണ്ഡനങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഖണ്ഡനങ്ങളത് വരുമ്പോൾ ആദ്യം മുൻനിൽക്കുന്ന പേര് അത്തനേഷ്യസ് ആണ്. അത്തനേഷ്യസ് തൊടാതെ 4-ാം നൂറ്റാണ്ടിൽ ഒരു ദുരുപദേശത്തിലും കടക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത്തനേഷ്യസിന്റെ പ്രതിവാദങ്ങൾ എന്തായിരുന്നു ഈ വിഷയങ്ങളെ പറ്റി? അത്തനേഷ്യസിന്റെ പ്രതിവാദം എന്ന് പറയുന്നത്, ഒന്നായിട്ട് അദ്ദേഹം പറഞ്ഞത് ഈ എല്ലായിടത്തും ആത്മാവെന്ന് കാണുന്നിടത്ത് എല്ലാവൊന്നും പരിശുദ്ധാത്മാവിനെ കുറിച്ചാണെന്നുള്ള വ്യാഖ്യാനം ശരിയല്ല. അപ്പൊ അത് അദ്ദേഹം പറഞ്ഞത് ആമോസ് പ്രവാചകൻ 4-ാം വാക്യത്തിൽ അവിടെ നമ്മൾ മലയാളത്തിൽ വായിക്കുമ്പോൾ അവിടെ കാറ്റെന്നാണ് കാണുന്നത്. പക്ഷെ കാറ്റെന്നുള്ള പദം തന്നെയാണ് ആത്മാവെന്നുള്ള രീതിയിൽ മനസ്സിലാക്കുന്നത്. അപ്പം അവിടെ അങ്ങനെ ആത്മാവെന്ന് കാണുന്നിടത്തെല്ലാം പരിശുദ്ധാത്മാവാണെന്ന് പറയുന്ന വ്യാഖ്യാനം തെറ്റാണെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ നിലപാട്. അത് തന്നെയാണ് തിമോത്തിയോസിന്, അതുപോലെ തന്നെ തിമോത്തിയോസിന് എഴുതിയുള്ള ലേഖനം 5:21 ദൈവ ശ്രേഷ്ഠദൂതന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണെന്ന് പറയുന്നത് ഒരു ഫോൾസ് ഇന്റർപ്രിട്ടേഷനാണ്. അതൊരു അതിര് കവിഞ്ഞ ഇന്റർപ്രിട്ടേഷനാണ്. ആ ടെക്സ്റ്റിൽ അങ്ങനെ നമ്മൾ അവിടെ പരിശുദ്ധാത്മാവാണെന്ന് പറയുന്നതിന് തെളിവൊന്നുമില്ല. ഇവരുടെ ഒരു കോൺസെപ്റ്റ് വെച്ച് അവർ വായിച്ച് അതിലേക്ക് ചേർക്കുന്നതാണ്. അതൊരു ശരിയായ വ്യാഖ്യാനം. അതെ അതെ അതെ. അപ്പൊ അതാണ് അവർ പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞത്. പിന്നെ തിരുവെഴുത്തുകൾ പരിശോധിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ ജഡധാരണത്തിൽ പരിശുദ്ധാത്മാവിന് ശക്തമായ ഒരു പങ്കുണ്ട്. പരിശുദ്ധാത്മാവിനെ വളരെ കൃത്യമായിട്ട് പിതാവിനോട് സാരാംശത്തിൽ, അപ്പോൾ ഈ സൂനകദോസിൽ പറഞ്ഞില്ലെങ്കിലും അത്തനേഷ്യസ് തൻ്റെ രചനയിൽ വളരെ കൃത്യമായിട്ട് സാരാംശത്തിൽ ഏകത്വമുള്ള വ്യക്തിയായിട്ട് തന്നെ അത്തനേഷ്യസ് പറയുകയുണ്ടായി. സെറാപ്യൻ എന്ന് പറയുന്ന ഒരു ബിഷപ്പിന് എഴുതിയ ഒരു കത്തിൻ്റെ അകത്ത് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ സാരാംശം, പിതാവിനും പുത്രനോടൊപ്പമുള്ള സാരാംശത്തിലുള്ള ഏകത്വത്തെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഊന്നിപ്പറയുകയുണ്ടായി. പിന്നെ പ്രവാചകന്മാരോട് സംസാരിച്ച ആത്മാവാണ്, ആത്മാവ് സൃഷ്ടിയാണെന്ന് പറയുന്നത് എത്ര ബാലിശമാണെന്നുള്ളൊരു നിലപാടുമാണ് അദ്ദേഹം പ്രതികരണമായിട്ട് പ്രധാനമായിട്ടും പറഞ്ഞത്. പിന്നെ നമ്മൾ പറഞ്ഞൊരു പേരാണ് ബേസിൽ. അതായത് ഈ ബേസിലിനെ പറ്റി പറഞ്ഞപ്പം ബേസിൽ ഗ്രിഗറി എന്ന് പറഞ്ഞില്ല, അവരാണ് കപ്പദോഷ്യൻ പിതാക്കന്മാർ, കപ്പദോഷ്യൻ ഫാദേഴ്സ് എന്ന് അഭ്യസംബന്ധം ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പം ബേസിലുണ്ട്, ഗ്രിഗറി ഓഫ് നീസ എന്ന ബേസിലിന് സഹോദരനുണ്ട്, പിന്നെ നാസിയാനസിലെ ഗ്രിഗറി, ഈ കൗൺസിൽ കൂടാൻ വേണ്ടി ആദ്യം തിരഞ്ഞെടുക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായ നാസിയാനസിലെ ഗ്രിഗറി. ഇവർ 3 പേരുമാണ് ഒരു പവർ ട്രിയോ ഗ്രൂപ്പായിട്ട് നിന്നത്. അപ്പം ഈ ബേസിനെ പറ്റി നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ബേസിന് നേരിട്ട് അഭിസംബോധന ചെയ്യാൻ ഒരു വിമുക്തി, പക്ഷെ എന്നാലും ദൈവികത അംഗീകരിച്ചെന്നുള്ളത്. ബേസിൻ്റെ അതുകൊണ്ട് തന്നെ ബേസിലിന്റെ മറുപടി വാദങ്ങൾക്ക് കുറച്ചും കൂടി ചരിത്ര പ്രസക്തി ഉണ്ട്. എന്തായിരുന്നു ബേസിൽ ന്യൂമറ്റോമാക്കിയൻസ് എതിരായിട്ട് കൊണ്ടുവന്ന? അപ്പം ഏറ്റവും ശക്തമായിട്ട്, കാരണം ബേസിലാണ് ഈ ന്യൂമറ്റോമാക്കിയൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒളിച്ചിരുന്നവരാണെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അവർ ശരിക്കും പൊക്കിയെടുത്ത് വെളിയിലിട്ട് അവരെ
എന്താ പറയുക, അവർക്കെതിരെയുള്ള താത്വികമായിട്ടുള്ള ആക്രമണങ്ങൾ തുടങ്ങിയത് ബേസിലാണ്. അദ്ദേഹം ഒരു സ്ഥലത്ത് സന്ദർശിച്ചപ്പോൾ ഇവരുടെ ഒരു നേതാവ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ കണ്ടു. അങ്ങനെ ഒരു സംവാദം അവിടെ വെച്ച് നടന്നു. യുസ്താത്തിയസ് ഓഫ് സെബാസ്തേ എന്ന് പറയുന്ന സെബാസ്തയിലെ യുസ്താത്തിയസ്, അദ്ദേഹമായിട്ടൊരു വാദപ്രതിവാദം നടന്നു. അതിനുശേഷം അദ്ദേഹം ഓൺ ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനെ കുറിച്ചെന്ന് പറഞ്ഞിട്ടൊരു രചന നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ ആ പുസ്തകത്തിൻ്റെ രചിച്ചതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് ദൈവമാണെന്നുള്ളത് സ്ഥാപിക്കുക എന്നുള്ളതാണ്, പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്തെ സ്ഥാപിക്കുക എന്നുള്ളതാണ്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തിരുവഴുത്തിൽ അങ്ങനെ നേരിട്ട് വിളിച്ചിട്ടില്ല എന്നൊരു ചിന്തയുടെ പേരിൽ അദ്ദേഹം ആ നേരിട്ട് ദൈവം എന്ന് വിളിക്കുന്നത് ഒഴിവാക്കിക്കൊണ്ട് തിരുവഴുത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള തെളിവുകൾ തന്നെ നിരത്തി പരിശുദ്ധാത്മാവ് ദൈവമാണെന്ന് സ്ഥാപിക്കുകയാണ് ആ പുസ്തകത്തിലുടനീളം അദ്ദേഹം ചെയ്തിരിക്കുന്നത്. മത്തായി 28:19 അവരുപയോഗിച്ചല്ലോ. പൗലോസ് ഇത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്ന ആ ഭാഗത്ത് കർത്താവ് പറയുമ്പോൾ പരിശുദ്ധാത്മാവിനെ മൂന്നാമതായിട്ട് പറയുന്നതുകൊണ്ട് പദവിയിൽ കുറഞ്ഞ, മഹത്വത്തിൽ കുറഞ്ഞൊരു വ്യക്തിയാണെന്ന് പറഞ്ഞതിന് മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞത് അങ്ങനെയല്ല. കാരണം സ്നാനനാമത്തിന്റെ ഭാഗമായിട്ട് പരിശുദ്ധാത്മാവിനെ പിതാവിനും പുത്രനും ഒപ്പം പറയുമ്പോൾ അത് പരിശുദ്ധാത്മാവിന്റെ മഹത്വത്തെയാണ് കാണിക്കുന്നത്, പരിശുദ്ധാത്മാവിന്റെ പദവിയാണ് കാണിക്കുന്നത്, പദവിയിലുള്ള കുറവിനെയല്ല കാണിക്കുന്നത് എന്നുള്ള അദ്ദേഹം വളരെ ആധികാരികമായിട്ട് തൻ്റെ രചനയിൽ ഊന്നി പറയുകയുണ്ടായി. പിന്നെ അതുപോലെ തന്നെ പഴയ നിയമത്തിൽ നമ്മൾ നോക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തികൾ ഉടനീളം കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ പ്രവർത്തികളെല്ലാം പരിശുദ്ധാത്മാവിൽ നടക്കുന്ന ധാരാളം കാര്യങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ പുത്രൻ്റെ ദൗത്യത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ അവിടെയെല്ലാം വളരെ കൃത്യമായിട്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ച് കാണുന്നുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം പരിശുദ്ധാത്മാവിനെ കുറിച്ച് തിരുവെഴുത്ത് പറയുന്ന യോഹന്നാൻ്റെ സുവിശേഷം 6-63 വാക്യത്തിൽ കാണുന്ന ജീവൻ നൽകുന്ന ആത്മാവ്, ആത്മാവ് ജീവൻ നൽകുന്നു എന്ന് പറയുന്നതും, അതുപോലെ തന്നെ ആത്മാവ് കർത്താവാകുന്നു എന്ന് പറയുന്ന കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യ ലേഖനത്തിലെ 3-ാം അധ്യായത്തിലുള്ള വാക്യം, ആ വാക്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് എടുത്തു വെച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് കർത്താവാണ്, ജീവൻ നൽകുന്നതാണ്. അപ്പം ജീവൻ നൽകുന്ന കർത്താവ് എങ്ങനെയാണ് ഒരു സൃഷ്ടിയാണെന്ന് പറയുന്നത്. ആ വാക്യങ്ങൾ രണ്ടും കോൺസ്റ്റന്റബിൾ ക്രീഡിനകത്തുണ്ട്, ലോർഡ് ആൻഡ് ഗിവർ ഓഫ് ലൈഫ് എന്നുള്ളത്. യെസ്, അതെല്ലാം ഇദ്ദേഹത്തിന്റെ. കാരണം നേരത്തെ ജേക്കബ് പറഞ്ഞതുപോലെ ഇവർ 3 പേരാണ് ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള സഭാപിതാക്കന്മാർ. ഇപ്പോൾ കൗൺസിലുകൾ വന്നിരിക്കുന്ന തീരുമാനങ്ങളെല്ലാം, ഇപ്പം ഇദ്ദേഹം അതിൽ കൗൺസിലിന് മുമ്പ് മരിച്ചുപോയ ആളാണ്, പക്ഷെ തിയോളജിക്കൽ ഇൻഫ്ലുവൻസ് ആ കൗൺസിലിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഒരു വളരെ കൃത്യമായിട്ട് അദ്ദേഹം വിശദമായിട്ട് വ്യാഖ്യാനിച്ചു പരിശുദ്ധാത്മാവ് ദൈവമാണ്, അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവ് പിതാവിനും പുത്രനും ഒപ്പം ആരാധിക്കപ്പെടേണ്ടവനാണ് എന്നുള്ളതും വളരെ കൃത്യമായിട്ട് തന്നെ ബേസിൽ പ്രഖ്യാപിക്കുകയുണ്ടായി. അപ്പോൾ അതാണ് ബേസിലിൻ്റെ ആ ഒരു ശ്രമങ്ങൾ വളരെ ശക്തമായിരുന്നു. അവിടെ നിന്നാണ് ആ റിഫ്യൂട്ടേഷൻ അത്തനേഷ്യസിന്റെ ഭാഗത്ത് നിന്ന് വന്ന ആ ബാറ്റൺ കൈമാറി വന്നു, ബേസിലേക്ക് വന്നു, അദ്ദേഹം അടുത്ത ഒരു തലത്തിലേക്ക് കൊണ്ടുപോയി നമുക്ക് പറയാം. പിന്നെ വരുന്നത് നാസിയാനസ് ഗ്രിഗറിയുടെ തിയോളജിക്കൽ ഒറേഷൻ എന്ന വർക്കിനകത്ത് അദ്ദേഹം ന്യൂമറ്റോ മാക്കിൻസിനെതിരെ വാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അപ്പം നാസിയാനസ് ഗ്രിഗറി ചോദിക്കുന്ന ചോദ്യമുണ്ട്, വാട്ട് ദെൻ ഈസ് ദ സ്പിരിറ്റ് ഗോഡ്? സെർട്ടൻലി. ഈസ് ഹി കോൺസബ്സ്റ്റാൻഷ്യൽ? യെസ്, ഇഫ് ഈസ് ഗോഡ്. അപ്പോൾ കോൺസബ്സ്റ്റാൻഷ്യൽ എന്നുള്ള വാക്കിന് പ്രയോഗം നമ്മൾ ഈ യേശുവിൻ്റെ ദൈവത്തെപ്പറ്റി നമ്മൾ പറഞ്ഞു. കോൺസബ്സ്റ്റാൻഷ്യൽ ഉദ്ദേശിക്കുന്നത് പിതാവിൻ്റെ അതേ സബ്സ്റ്റൻസ് എന്ന്. അപ്പം സ്പഷ്ടമായിട്ട് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ പിതാവിൻ്റെ അതേ സാരാംശമാണെന്ന് സമർത്ഥിച്ച് പറയുക ന്യൂമറ്റോ മാക്കിൻസിന് ശക്തമായൊരു പ്രതികരണം അവിടെ ഗ്രിഗറി കൊടുക്കുന്നുണ്ട്. പിന്നെ പരിശുദ്ധാത്മാവ് ഒരു സൃഷ്ടിയാണെങ്കിൽ എങ്ങനെ മനുഷ്യനെ ദൈവമായിട്ട് സമന്വയിപ്പിക്കാനോ അല്ലെങ്കിൽ ദൈവമായിട്ട് ചേർക്കാനോ ആ ലെവലിലേക്ക് എലവേറ്റ് ചെയ്യാനോ എങ്ങനെ ഒരു സൃഷ്ടിക്ക് കഴിയും, ഡീഫൈ ചെയ്യാൻ ആ ഒരു എക്സ്റ്റെൻറ്റിലേക്ക് എങ്ങനെ കൊണ്ടുപോകാൻ കഴിയുമെന്ന് ഗ്രിഗറി ചോദിക്കുന്നുണ്ട്. പിന്നെ ഈ ന്യൂമറ്റോ മാക്കിൻസ് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവ് ദൈവമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ട്രൈത്തീസം 3 ദൈവങ്ങളാണ് എന്ന പോയിൻ്റാണ് പറഞ്ഞു വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഗ്രിഗറി മറുപടി ചോദിക്കുന്നത്, നിങ്ങളിൽ പലർ, അപ്പം ന്യൂമറ്റോ മാക്കിൻസിന് ഇടയിലുള്ള പല വിഭാഗങ്ങളുണ്ട്, ഈ യേശുവിന് ദൈവം എന്ന് പറയുന്നവരും അല്ലാന്ന് പറഞ്ഞിട്ടുള്ള ആര്യൻസിനൊക്കെ പല കോമ്പിനേഷൻ നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ. അപ്പം പ്രമുഖരും യേശു ദൈവമാണ് അംഗീകരിച്ചിട്ട് പരിശുദ്ധാത്മാവ് ദൈവമല്ല എന്ന് പറഞ്ഞിരുന്നവരായിരുന്നു. അപ്പോൾ അവരോട് ഗ്രിഗറി ചോദിച്ച മറുപടി ചോദ്യം, നിങ്ങൾ യേശു പുത്രൻ ദൈവമാണെന്ന് ഓൾറെഡി സമർത്ഥിച്ചല്ലോ, അപ്പോൾ നിങ്ങൾക്ക് ഡുവൽത്തീസം അല്ലെങ്കിൽ ഡൈത്തീസം ഓൾറെഡി അവിടെ കയറി വന്നല്ലോ, അപ്പോൾ പിന്നെ ഇതൊരു ട്രൈത്തീസം എന്നൊരു ഒബ്ജക്ഷൻ നിങ്ങൾക്ക് ഒരിക്കലും പറയാൻ സാധിക്കത്തില്ല എന്നൊരു പോയിൻ്റായിരുന്നു. പിന്നെ ഗ്രിഗറിയുടെ മറ്റ് വാദങ്ങൾ എന്താണ്? നമ്മൾ അത്തനേഷ്യസ് ബേസിലും കാണാത്തായിട്ടുള്ള എന്തെങ്കിലും പ്രത്യേകിച്ചുള്ള വാദങ്ങൾ ഗ്രിഗറി മുന്നോട്ട് വെക്കുന്നുണ്ടോ? അവിടെ അദ്ദേഹം ഈ ഇതേ രീതിയിൽ തന്നെ പറയുമ്പോൾ നമ്മൾ നിഖ്യാവിശ്വാസ പ്രമാണത്തിലടക്കം നമ്മൾ കാണുന്നത് പിതാവും പുത്രനും തമ്മിലുള്ള ആ ഒരു ബന്ധം അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിലൂടെയാണ് യഥാർത്ഥത്തിൽ പുത്രന്റെ ദൈവത്വം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. പിതാവിൽ നിന്ന് ജനിച്ചവൻ എന്ന് പറയുന്ന ആ ഒരു പ്രയോഗം നമ്മളവിടെ കാണുന്നത് പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധമാണ്. അവിടെ ജനനം എന്ന് പറയുമ്പോൾ സമയത്തിലുള്ളതല്ല, മറിച്ച് സമയരഹിതമായ നിലയിൽ പുത്രൻ പിതാവിൽ നിന്നുള്ളവൻ, ആ രീതിയിലാണ് പുത്രൻ എന്നും ആയിരിക്കുന്നത്. അതാണ് ആ ജനിച്ചവെന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം. അതല്ലാതെ ഏതെങ്കിലും മക്കൾ ജനിക്കുന്നത് പോലെയുള്ള ഒരു അർത്ഥത്തിലുള്ള ഒരു പ്രയോഗമല്ലത്. പക്ഷെ ആ ബന്ധം
നിത്യമായ ബന്ധം. ആ നിത്യമായ ബന്ധമാണ് പുത്രൻ്റെ ദൈവത്വത്തിൻ്റെ, പുത്രൻ എന്ന വ്യക്തി പിതാവിൽ നിന്നാണെന്ന് പറയുന്ന ആ ഒരു ബന്ധം ദൈവത്വത്തിൻ്റെയും പദവിയുടെയും എല്ലാം ഒരു ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ട്രിനിറ്റിയുടെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ ബന്ധമാണ്. അപ്പം അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ 15-ാം അധ്യായം യോഹന്നാൻ സുവിശേഷം 15 26 വാക്യത്തിൽ പിതാവിൽ നിന്ന് പുറപ്പെടുന്നവൻ എന്ന് പറയുന്ന രീതി പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പുത്രനെ കുറിച്ച് എങ്ങനെ നമുക്ക് പിതാവുമായ ഒരു ബന്ധം എന്ന് പറയാൻ സാധിക്കും? പിതാവുമായുള്ള ബന്ധം എങ്ങനെ തിരുവെഴുത്ത് പുത്രനെ കുറിച്ച് കാണിക്കുന്നുവോ? കാരണം തിരുവെഴുത്തിൽ തന്നെ പുത്രനെ പുത്രൻ എന്ന് വിളിച്ചിട്ടുള്ളത് കൂടാതെ തേജസിന്റെ പ്രഭ എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന ആ ഒരു ചിത്രമുണ്ടല്ലോ, തേജസ്സും പ്രഭയും, ആ ഒരു ചിത്രമാണ് ജനനം നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ തേജസ് എന്നെല്ലാം ഉണ്ടോ എന്നെല്ലാം പ്രഭയുണ്ട്. ആ അർത്ഥത്തിലുള്ള റിലേഷൻഷിപ്പ്, സെയിം ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ്, അതേ രീതിയിലുള്ള ഒരു ബന്ധം പരിശുദ്ധാത്മാവും പിതാവും തമ്മിലുണ്ട് എന്നുള്ളത് അതും അതേ വളരെ വ്യക്തമായിട്ട് വിശദീകരിക്കേണ്ട യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം 26-ാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ. അത് സത്യത്തിൽ ഈ ഒരു ചർച്ചകളെ അടുത്ത ഒരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നതിൽ വളരെ നിർണായകമായ ഒരു പങ്ക് വഹിച്ച ഒരു നിലപാടായിരുന്നു. ഇതിൻ്റെ നമ്മൾ പോയി പറഞ്ഞു തന്നപ്പം എന്നെ വളരെ പെട്ടെന്ന് വന്നായിരുന്നു ഈ ബെനഡിക്ഷൻ നമ്മൾ പറയുമ്പോൾ ദ ഗ്രേസ് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ദ ലവ് ഓഫ് ഗോഡ് ആൻഡ് ദ സ്വീറ്റ് കമ്മ്യൂൺ ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്നുള്ള പ്രയോഗം പറയുമ്പോൾ ഈ സെയിം ലോജിക്ക്, ഈ ഗ്രേഡേഷൻ ലോജിക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ യേശുക്രിസ്തു ആദ്യം, പിതാവ് രണ്ടാമത്. അപ്പം പിതാവ് യേശുക്രിസ്തുവിനേക്കാളും തരം കുറഞ്ഞ രീതിയിലാണെന്ന് ഇവർ പറയേണ്ടി വരുമല്ലോ. അപ്പോൾ ലോജിക്കിന്റെ ആ ഒരു വീക്ക്നെസ് നമ്മൾ സെയിം ലോജിക്ക് മറ്റു പാസിൽ അപ്ലൈ ചെയ്യുമ്പോൾ വ്യക്തമാണ്. പിന്നെ ഒരു വ്യക്തി കൂടിയുണ്ട്, നമ്മൾ അധികം കേട്ട് പരിചയമില്ലാത്തൊരു പേരാണ് ഡിഡിമസ് ദ ബ്ലൈൻഡ്. അദ്ദേഹം അലക്സാൻഡ്രിയൻ തിയോളജിയനാണ്. അദ്ദേഹം ഓൺ ദ ഹോളി സ്പിരിറ്റ് എന്ന വർക്കിനകത്ത്, അതിൻ്റെ ഡേറ്റിങ്ങിനെ പറ്റി ചില ചർച്ചകളുണ്ട്. പക്ഷേ ആ ഒരു റൈറ്റിങ്ങിനകത്ത് പരിശുദ്ധാത്മാവിൻ്റെ കോൺസബ്സ്റ്റാൻഷ്യാലിറ്റി, അതായത് പിതാവിനോട് തന്നെയുള്ള അതേ സാരാംശമാണെന്നുള്ള കാര്യം അദ്ദേഹം അവിടെ സമർത്ഥിക്കുന്നുണ്ട്. അപ്പം പല സഭാപിതാക്കന്മാരിൽ നിന്ന് തന്നെ ഈ തൃത്വോപദേശത്തിൻ്റെ വചനാടിസ്ഥാനത്തിലുള്ള തെളിവുകൾ പലരും നിലത്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ പഴയ അന്നത്തെ കാലഘട്ടത്തിൽ ന്യൂമറ്റം മാക്കിൻസൺ വാദങ്ങൾ കണ്ടു, ചരിത്ര പശ്ചാത്തലം കണ്ടു. അത് ബലം ക്ഷയിച്ചു പോവുകയും സഭാപിതാക്കന്മാരെ കറച്ച സമയത്ത് ദൈവം ഉയർത്തുകയും അതിനെതിരായിട്ടുള്ള ഒരു കോട്ട പണിതെടുത്ത് തൃത്വോപദേശം സമർത്ഥിക്കാനുള്ള പ്രയത്നം നടക്കാൻ നമ്മൾ കണ്ടു. ആധുനിക കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഈ ദുരുപദേശത്തിന് ഉള്ള എക്സിസ്റ്റൻസ് എങ്ങനെയാണ്? കാരണം നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു മേജർ ഡീവിയേഷൻ നമ്മൾ കാണുന്നത്, പ്രാഥമിക ദുരുപദേശകന്മാർ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണെന്ന് പറയുന്നു, ദൈവത്തെ നിഷേധിക്കുമ്പോൾ ഇന്ന് കാണുന്ന യഹോവ വിറ്റ്നസ് എന്ന് പറയുന്ന മറ്റ് ഗ്രൂപ്പിനകത്തെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ദൈവികത ഒരു രീതിയിൽ മറ്റു രീതിയിൽ കൺസിഡർ ചെയ്യുമ്പോൾ വ്യക്തിത്വം അവരെ നിഷേധിക്കുകയാണ്. ഇപ്പം ജഹോവ വിറ്റ്നസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവർ കാണുന്നത് തൃത്വം നിഷേധിക്കുന്നു, ഒബ്വിയസ്ലി അത് എല്ലാവർക്കും അറിയാം. പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ഒരു ശക്തിയായിട്ട്, ഒരു പ്രോപ്പർട്ടി, ഒരു ആട്രിബ്യൂട്ട് എന്നുള്ള രീതിയിൽ, പക്ഷേ വ്യക്തിയല്ല എന്ന രീതിയിലാണ് ജഹോവ വിറ്റ്നസ് അവരെ കാണുന്നത്. ഒരു ആക്റ്റീവ് ഫോഴ്സ്, ഒരു ഇംപേഴ്സണൽ എനർജി, അതിന് തത്തുല്യമായിട്ടാണ് അവർ പരിശുദ്ധാത്മാവിനെ നോക്കിക്കാണുന്നത്. അത് യഹോവ ദൈവം തൻ്റെ ഹിതം നിവർത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂൾ എന്ന രീതിയിൽ ഒരു ഡിസ്റ്റിങ്ക്ട് പേഴ്സൺ അവർ കാണുന്നില്ല. നമ്മൾ ആരിനസിന് വീടികത്ത് സ്പർശിച്ച ക്രിസ്റ്റാഡെൽഫിയൻസ്, അവരെങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ കാണുന്നത്? ക്രിസ്റ്റാഡെൽഫിയൻസും കാണുന്ന പരിശുദ്ധാത്മാവിനെ ദൈവത്തിൻ്റെ ഒരു സ്വാധീന ശക്തിയായിട്ട്, പ്രവർത്തനമായിട്ടുള്ള ദൈവത്തിൻ്റെ ഒരു സ്വാധീന ശക്തിയായിട്ടാണ് പരിശുദ്ധാത്മാവ് കാണുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തി എന്ന് പറയുന്ന ആ ഒരു പോയിന്റിനെ അവരും അംഗീകരിക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഇഗ്ലീസിയൻ ക്രിസ്റ്റോ എന്ന് പറയുന്ന ഫിലിപ്പീൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്, പിന്നെ യൂണിറ്റേറിയൻസ് എന്ന ബിബ്ലിക്കൽ യൂണിറ്റേറിയൻസ് എന്ന ഗ്രൂപ്പ്, ഇവരൊക്കെ വീണ്ടും പരിശുദ്ധാത്മാവ് ഒരു ശക്തി, ദൈവത്തിൻ്റെ ഒരു ഭാഗം എന്ന രീതിയിൽ ഒരു ഡിവിനിറ്റി എന്ന് നമുക്ക് ഡിവിനിറ്റി എന്നൊക്കെ പറയാൻ പറ്റത്തില്ല. കാരണം കോൺസെപ്റ്റൻഷ്യൽ ആണെന്ന് അവർ അംഗീകരിക്കുന്നില്ല. അതെ, അങ്ങനെ പറയുന്നില്ല. മറിച്ച് ദൈവത്തിന്റെ പ്രവർത്തന നിരതമായ ഒരു ശക്തി, ഒരു ക്രിയേഷൻ എന്ന രീതിയിൽ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയുന്നില്ല. എന്നാൽ ഡിവിനിറ്റി ആണെന്ന് വെച്ചാൽ ഒരു രീതിയിൽ ഒരു ഡിവൈൻ സംഭവം, പക്ഷെ ഒരു പേഴ്സൺ അല്ല എന്ന രീതിയിൽ ഒരു പോയിന്റ് നടക്കുന്നത്. അപ്പം പരിശുദ്ധാത്മാവിന്റെ പേഴ്സൺഹുഡ് വചനത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. ഒന്നും ഓർക്കുന്നത് ന്യൂമറ്റോമാക്കിനെ സംബന്ധിച്ച് പേഴ്സൺഹുഡ് ഒരു ചർച്ചാ വിഷയമല്ലായിരുന്നു. അപ്പോൾ പിന്നെ അത് തന്നെ അവിടെ ഒരു കൗണ്ടർ ആർഗ്യുമെൻ്റ് ആണ്. പക്ഷേ അതിനുള്ള ചില വാക്യങ്ങളൊന്ന് വേഗത്തിൽ, നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ വാക്യങ്ങളാണ്, ഒന്ന് വേഗത്തിൽ പറയുമെങ്കിൽ എഫേസ്യർ 4:30 ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അപ്പോൾ ഒരു ഇംപേഴ്സണൽ ഫോഴ്സിനെ ഒരിക്കലും ദുഃഖിപ്പിക്കാൻ കഴിയത്തില്ല. എന്നിട്ട് അടുത്ത വാചകം പറയുന്നത് അവനാലല്ലോ. അപ്പം അവിടെ അവൻ എന്നുള്ള പ്രയത്നം പേഴ്സൺഹുഡ് ക്ലിയർ ആണ്. 1 കൊരിന്ത്യർ 12:11 എന്നാൽ ഇത് എല്ലാ പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കും പോലെ അവനവന് അതത് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ. അപ്പോൾ പകുത്തു കൊടുക്കുക, താൻ ഇച്ഛിക്കുന്ന പോലെ. അവിടെ എല്ലാം ഇതൊരു പേഴ്സണൽ എൻറ്റിറ്റി ആണെന്നുള്ള പോയിന്റ്, പേഴ്സൺഹുഡ് ആണെന്നുള്ള കാര്യം സുവ്യക്തമാണ്. അപ്പോസ്തലർ 13:2, റോമർ 8:26, യോഹന്നാൻ 14:16-17. അപ്പോൾ അവിടെ കർത്താവ് പറഞ്ഞ കാര്യമാണ്, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന് മറ്റൊരു കാര്യസ്ഥനെ. അപ്പോൾ അവിടെ തന്നെ പറയുമ്പം ഒരു കാര്യസ്ഥനുണ്ട്, മറ്റൊരു കാര്യസ്ഥ പ്രയോഗം പറയുന്നത് തന്നെ അവിടെ ആ പേഴ്സൺഹുഡ് കുറച്ചുകൂടി സുവ്യക്തമാണ്. അങ്ങനെ തുടങ്ങിയ പല വാക്യങ്ങളത്ത്
പരിശുദ്ധാത്മാവിൻ്റെ പേഴ്സൺഹുഡ് എന്നുള്ളത് ഡെനിഷ പറഞ്ഞല്ലോ, പേഴ്സൺഹുഡ് നിരാകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബാലിഷ്യമായിട്ടുള്ള ഒരു കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ് പരിശുദ്ധാത്മാവിനെ ദൈവികത ചോദ്യം ചെയ്യുന്നുള്ളത്. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ പേഴ്സൺഹുഡ് ഡിനൗൺസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബാലിഷ്യമായിട്ടുള്ളൊരു പോയിന്റാണ്. പക്ഷേ ഇതേ രീതിയിലുള്ള ഒരു അലിഗേഷൻ ഈ ബ്രദറൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് നമ്മുടെ കേരളത്തിൻ്റെ പശ്ചാത്തലം പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ എടുത്ത് പറഞ്ഞത്. ബ്രദറൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് പെന്തക്കോസ്റ്റൽ കമ്മ്യൂണിറ്റിയോട് പലപ്പോഴും വരാറുണ്ട്. കാരണം നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിയെപ്പറ്റി പറയാതെ ശക്തിയെപ്പറ്റി മാത്രം പറഞ്ഞു പോകും. നമ്മുടെ പ്രസംഗങ്ങൾ വരുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, അന്യഭാഷ കൃപാവരം പ്രാപിക്കണം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ പ്രാപിക്കണം എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെപ്പറ്റി പറയുന്നു, ശക്തിയെപ്പറ്റി ക്ലാസ് എടുക്കുന്നു. പരിശുദ്ധാത്മ എന്ന വ്യക്തിയെപ്പറ്റി പറയാതെ അതിന് ഫോക്കസ് കൊടുക്കാതെ ചെയ്യുന്ന ഒരു പ്രവണത, അതൊരു വാലിഡ് ക്രിറ്റിസിസമാണ്. കാരണം പരിശുദ്ധാത്മാവിനെ നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഒരു ശക്തിയായിട്ട് ഉപയോഗിക്കുക. എനിക്ക് ശക്തി മതി, വ്യക്തി എനിക്ക് താല്പര്യമില്ല, ശക്തി മതി, ശക്തിയാണ് എനിക്ക് കാര്യം സാധിക്കാൻ വേണ്ടി എന്നുള്ളൊരു രീതിയിൽ കാണാതെ ആ വ്യക്തിത്വത്തിന് ഊന്നൽ കൊടുക്കണം. നമ്മളാരും തള്ളിക്കളയുന്നില്ല, അതാണ് അതിൻ്റെ രസകരം. ആരും തള്ളിക്കളയും, പക്ഷെ നമ്മുടെ പ്രയോഗത്തിനകത്തെല്ലാം ശക്തി എന്നുള്ള ഫോക്കസിനാണ് നിർഭാഗ്യകരമായിട്ട് കൂടുതൽ ഫോക്കസ് അവിടെ പോകുന്നത്. അങ്ങനെ ഒരു വിമർശനം അവർ ഉന്നയിക്കാറുണ്ട്, പക്ഷെ അത് പൂർണ്ണമായിട്ടും ശരിയല്ല. അതെ. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്ന പോയിന്റിലേക്ക് വരിക, അപ്പോഴാണ് യഥാർത്ഥത്തിൽ കൂടുതൽ പരിശുദ്ധാത്മായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്നു. പരിശുദ്ധാത്മ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശുദ്ധീകരണമാണ്. അവിടെ ആണ് പറഞ്ഞിരിക്കുന്നത് ദുഃഖിപ്പിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റ്. അവിടെ വരുമ്പോൾ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയായിട്ട് ആ നിലയിൽ തന്നെ മനസ്സിലാക്കുമ്പോൾ മാത്രമേ ആ വിശുദ്ധീകരണം എന്ന് പറയുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആ പ്രക്രിയ നമ്മുടെ ജീവിതത്തിൽ ആ നിലയിൽ നടക്കുന്നതിന് വേണ്ടി നമുക്ക് സമർപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ. അതൊരു പ്രധാനപ്പെട്ട ഒരു വസ്തുത തന്നെയാണ്. അത് മാത്രമല്ല, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിന് ഒരു സൃഷ്ടിയായ വിശ്വാസിയെ സംബന്ധിച്ചുള്ള ഒരു റോൾ, ഒരു അതോറിറ്റി അവിടെ കാണുന്നുണ്ട്. മിക്കാനെ ദുഃഖിപ്പിക്കരുത്, ഗബ്രിയേലിനെ ദുഃഖിപ്പിക്കരുതെന്ന് പറയുന്നില്ല. ദുഃഖിപ്പിച്ചാൽ അവർക്ക് ബാധിക്കുന്ന സംഭവമല്ല. പക്ഷേ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് പറയുമ്പോൾ തന്നെ ജസ്റ്റ് ഒരു പ്ലെയിൻ ഡിവിനിറ്റി എന്ന രീതിയിൽ പ്രസ്ഥാനേക്കാൾ ഉപരി നമുക്കുള്ള ഒരു അക്കൗണ്ടബിലിറ്റി പരിശുദ്ധാത്മാവിനുണ്ടെന്നൊരു ഇൻഡയറക്റ്റ് പോയിന്റ് അവിടെ വ്യക്തമാണ്. പിന്നെ നമ്മൾ കാണുന്നത് ഈ ന്യൂമറ്റോമാക്കിൻസിന് മോഡേൺ ഡേ ഗ്രൂപ്പ്, അത് ന്യൂമറ്റോമാക്കിൻസ് എന്ന രീതിയിൽ ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ കാണുന്നില്ല. പരിശുദ്ധാത്മാവിൻ്റെ ദൈവികത നിഷേധിക്കുന്നവർ മൊത്തം ദൈവതൃത്വം നിഷേധിക്കുന്നു, അല്ലെങ്കിൽ മൊത്തം തൃത്വം അംഗീകരിക്കുന്ന ക്രിസ്ത്യൻ ഡിനോമിനേഷൻസ് ആണ് നമ്മൾ കാണുന്നത്. അല്ലാതെ ഈ ന്യൂമറ്റോമാക്കിൻസിൻ്റെ സെയിം സ്ട്രക്ചർ നമ്മളെങ്കിലും കാണുന്നില്ല. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കൂ, നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇങ്ങനത്തെ ന്യൂമറ്റോമാക്കിൻ ഗ്രൂപ്പിനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നുള്ളത്. ന്യൂമറ്റോമാക്സിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഇനി അധികം ആൾക്കാർ അറിയാത്ത ഒരു ഹെററ്റിക്കൽ ഒരു കോൺട്രവേഴ്സ്യൽ ഗ്രൂപ്പുണ്ട്, മോണ്ടനിസം എന്ന് പറഞ്ഞൊരു വീക്ഷണം. എന്താണ് മോണ്ടനിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മോണ്ടനിസം എന്ന് പറയുന്നത് 2-ാം നൂറ്റാണ്ടിൽ ഉയർന്നു വന്ന ഒരു പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു കൂട്ടരാണ്. മോണ്ടാനസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ആണ്. ഇപ്പം ആധുനിക കാലത്ത് തുർക്കിയിലുള്ള ഒരു ഫ്രൈഗിയ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം. അവർ കൂടുതലായിട്ട് ഊന്നൽ കൊടുത്തതെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലുള്ള പ്രവചന ശുശ്രൂഷ, അത് ഒരു നേരിട്ടുള്ളൊരു വെളിപ്പാടായിട്ട് കിട്ടുന്നു എന്നുള്ള രീതിയിൽ. എന്ന് പറഞ്ഞാൽ പ്രവചന തിരുവഴുത്തിലുണ്ട്, പ്രവചന ശുശ്രൂഷയുണ്ട്, പ്രവാചകന്മാരുണ്ട്. പ്രവാചകന്മാർ പറയുന്നതും പറഞ്ഞതുമെല്ലാം ദൈവവചനമായിട്ട് തിരുവഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുമില്ല. ബ്രദറൻകാർ പറയുന്നത് പോലെ പ്രവചനം എന്ന് പറയുന്നത് തിരുവഴുത്ത് എഴുതാൻ വേണ്ടിയിട്ടുള്ളൊരു മാധ്യമമായിട്ട് വ്യാപകമായിട്ട് ഉപയോഗിച്ചിട്ടും കാണുന്നില്ല. സഭയിൽ കയറി വരുന്ന ആളുകളോട് നേരിട്ട് പ്രവചിക്കുകയും അവരുടെ മാനസാന്തരത്തിന് വേണ്ടിയിട്ട് ആ ശുശ്രൂഷ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് തിരുവഴുത്ത് പറയുന്നുണ്ട്. പ്രവചനം എന്ന് പറഞ്ഞാൽ ആ രീതിയിലുള്ള ഒരു വെളിപ്പാടിന് തിരുവഴുത്തായി മാറുന്ന വെളിപ്പാടിന് വേണ്ടിയിട്ടുള്ളൊരു മാധ്യമം എന്ന രീതിയിൽ വ്യാപകമായിട്ട് കാണുന്നില്ല. ഓഫ് കോഴ്സ് അതിന് വേണ്ടിയിട്ടും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം തന്നെയാണ് അതിന് മുന്നിലുണ്ടായിരുന്നത്. പക്ഷെ അതല്ലാതെയുള്ള പരിശുദ്ധാത്മാവിൻ്റെ പ്രവചന ശുശ്രൂഷ. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ വെളിപ്പാടുകൾ പരിശുദ്ധാത്മാവിൻ്റെ ആയിട്ടുള്ള കൃപാവരങ്ങളായിട്ട് ലഭിക്കുന്ന ആ പ്രവചനം എന്ന് പറയുന്നത് ഒരു തിരുവഴുത്ത് നമ്മൾ കാണുന്ന ആ ദൈവിക വെളിപ്പാടിന് തുല്യ പ്രാധാന്യമുള്ള ഒന്നായിട്ട് അവർ കണക്കാക്കുന്ന ഒരു ഗ്രൂപ്പായിരുന്നു മോണ്ടനിസം. അപ്പം ഇവർക്ക് വേറെ ഉണ്ടായിരുന്ന സവിശേഷതകൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ചില സ്പെഷ്യൽ ക്യാരക്ടറിസ് ഇവർക്കുണ്ട്. ഒരു സ്ട്രിക്റ്റ് ആസ്റ്റിസം, അതായത് ഭയങ്കര ഭക്തിയിലുള്ള ഒരു ജീവിതമാർഗത്തെ ഇവർ വളരെയധികം ഊന്നൽ നൽകി. അതിൻ്റെ ഭാഗമായിട്ട് ഉപവാസം, ബന്ധങ്ങൾ, ലൈംഗിക ബന്ധത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറി നിൽക്കുക എന്നുള്ള നിലപാട്. പിന്നെ പേഴ്സിക്യൂഷൻ, അന്നത്തെ കാലഘട്ടത്തിൽ സഭ വളരെയധികം പീഡനം അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ പേഴ്സിക്യൂഷനിൽ നിന്ന് ഒന്നും ഓടിപ്പോകരുത് എന്നൊരു നിലപാടും ഇവർക്കുണ്ടായിരുന്നു. അപ്പം സഭ അന്ന് ആ കാലഘട്ടത്തിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലായിട്ട് മാറുന്ന പശ്ചാത്തലത്തിൽ, അതായത് അതുവരെ സഭ ചിന്നിച്ചിതറി കിടക്കുന്നു, പല ചെറിയ ചെറിയ കൂട്ടങ്ങളായിട്ട് കൂടി വരുന്നു. പക്ഷേ പിന്നീട് സഭ ഐകീകൃതമായിട്ട് ഒരുമിച്ച് വരുന്നു. ഒരു സെൻട്രലൈസേഷൻ, ഒരു സ്ട്രക്ചർ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ സഭയ്ക്ക് കാണുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണല്ലോ ഈ സുനോദോസുകൾക്ക് കൂടി വരാൻ ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെ ഒരു സ്ട്രക്ചർ കണ്ടുവരുന്ന പശ്ചാത്തലത്തിൽ ഈ ഒരു മൂവ്മെൻറ്റിന് വളരെയധികം സന്യാസവ്രതത്തിന്
കേൾക്കുമ്പോൾ സന്യാസത്തിനോട് താരതമ്യപ്പെടത്തക്ക രീതിയിൽ തോന്നുന്ന ഈ ഒരു മൂവ്മെൻ്റ് ഒരു സ്വാധീനം അന്നേരം ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അതിൻ്റെ പ്രാബല്യം ക്ഷയിച്ചു പോകുന്ന ഒരു രീതിയാണ്. കാരണം ഈ തിരുവചനത്തിൻ്റെ അധികാരത്തെ മറികടന്നുള്ള വെളിപ്പാടിൻ്റെ അധികാരത്തെ ഇവർ ഊന്നൽ നൽകിയതുകൊണ്ട് തന്നെ ഇതൊരു ദുരുപദേശമായിട്ട് ആദിമസഭയിൽ തന്നെ ഇതിനെ ഖണ്ഡിച്ച് ഒരു ഹെററ്റിക്കൽ വ്യൂ ആയിട്ട് നീക്കുകയാണ് ചെയ്തത്. ഇത് കേൾക്കുമ്പം ഒരു ശരാശരി പെന്തക്കോസ്തുകാരൻ എന്തിക്കും, ഇതെവിടെയോ എന്നെ ഉദ്ദേശിച്ചാണല്ലോ പറഞ്ഞെന്നുള്ളത്. അപ്പം ഈ മോണ്ടനിസം ഗ്രൂപ്പും ക്ലാസിക്കൽ പെന്തക്കോസ്റ്റൽസും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ വളരെയധികം വ്യത്യാസമുണ്ട്. പക്ഷേ മെയിൻ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ തിരുവഴുത്തിൻ്റെ സമ്പൂർണ്ണതയെ, ആധികാരികതയെ, സമഗ്രതയെ, അത് ജീവനും ഭക്തിക്ക് ആവശ്യമായിട്ടുള്ള ഉപദേശങ്ങളുടെ ആത്യന്തിക ആധികാരിക വെളിപ്പാടിൻ്റെ ഉറവിടമായിട്ട് നമ്മൾ അംഗീകരിക്കുന്നു. അത് എല്ലാ ക്രിസ്തീയ വിഭാഗങ്ങളെ പോലെ തന്നെ പെന്തക്കോസ്തുകാരും ആ കാനൻ, ക്ലോസ്ഡ് കാനനായിട്ട് തന്നെയാണ് തിരുവഴുത്തിനെ അംഗീകരിക്കുന്നത്. എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിച്ചിട്ടുള്ള വെളിപ്പാടുകൾ അല്ലെങ്കിൽ പ്രവചനം എന്ന് പറയുന്നത് അവർ തിരുവഴുത്തിനോട് ചേർക്കാവുന്ന അല്ലെങ്കിൽ ഒരു ഘട്ടത്തിൽ നിലവിൽ പ്രാബല്യത്തിലുള്ള ഉപദേശങ്ങളെ തന്നെ മറികടക്കാവുന്ന രീതിയിലുള്ള ഒരു പ്രവചനം എന്ന രീതിയിലാണ് ഈ മോണ്ടനിസ്റ്റുകൾ കണ്ടത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമാണ്. പിന്നെ പെന്തക്കോസ്തുകാരെ സംബന്ധിച്ചിടത്തോളം ക്ലാസിക്കൽ പെന്തക്കോസ്റ്റൽസ് ആ ട്രിനിറ്റേറിയൻ ഡോക്ടറിൻ്റെ ആ ഒരു കോണ്ടസ്റ്റിൽ കൃത്യമായിട്ടുള്ള സഭയുടെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള അടിസ്ഥാന ഉപദേശങ്ങളെ പിന്തുടർന്നുകൊണ്ടുള്ള ഒരു ഗ്രൂപ്പാണ് ആധുനിക പെന്തക്കോസ്ത് സമൂഹം എന്ന് പറയുന്നത്. എന്നാൽ ഈ മോണ്ടനിസ്റ്റുകൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു നിലപാട് അവർക്ക് ഉള്ളത് കൊണ്ട് തന്നെ വളരെയധികം വിഭാഗീയതകൾ നിറഞ്ഞ ഒരു കലബില്ല ഗ്രൂപ്പായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരുപക്ഷെ ഇത് കേൾക്കുന്ന ചിലെങ്കിലും പറയായിരിക്കും നമ്മുടെ അല്ലെങ്കിൽ ക്ലാസിക്കൽ പെന്തക്കോസ്റ്റിന് ശേഷം വന്നിട്ടുള്ള ചില ഗ്രൂപ്പുകളെ കുറിച്ചൊക്കെ ചിലപ്പോൾ ഈ രീതിയിൽ അവർ കണ്ടേക്കാം. ഞാനതിനോട് പൂർണ്ണമായിട്ടും വിയോജിക്കുന്നില്ല. കാരണം അപൂർവമായിട്ടെങ്കിലും ചില ഗ്രൂപ്പുകൾ ഈ തിരുവഴുത്തിൻ്റെ ആ ഒരു വെളിപ്പാടിനെ പൂർണ്ണമായിട്ട് പിന്തുടരുന്നതിൻ്റെ അപ്പുറത്തേക്ക് ചില വ്യക്തികൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതും അത്തരത്തിലുള്ള ചില സംഭവ വികാസങ്ങൾ അപൂർവമായിട്ടെങ്കിലും ഇതിന് ശേഷം വന്നിട്ടുള്ള ചില ഗ്രൂപ്പുകളിൽ നമ്മൾ കാണുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ. അത് നിശ്ചയമായിട്ടും അവിടെ അത് കാണുമ്പോൾ നമുക്ക് ഈ ഇവരെക്കുറിച്ചൊന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും. അത് അവർ നിലനിൽക്കുന്നത് തിരുവഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആധികാരികമായിട്ട്. ഇപ്പോൾ പെന്തക്കോസ്ത് വിശ്വാസം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെയും അന്യഭാഷയെയും പ്രവചനത്തെയും എല്ലാ കൃപാവരങ്ങളെയും അംഗീകരിക്കുകയും വിശ്വസിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം, അത് ഉപയോഗിക്കുകയും ചെയ്യണം. അതാണ് പെന്തക്കോസ്ത് എന്ന് പറയുന്നത്. പക്ഷെ അപ്പോൾ തന്നെ തിരുവഴുത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഉപദേശത്തിൻ്റെ ആ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് വേണം അതെല്ലാം ചെയ്യാനെന്നുള്ളത് ഒരു വസ്തുത. ഇവരുടെ ഒരു ചരിത്രം നമുക്കൊരു പാഠപുസ്തകമായിട്ട് നമ്മുടെ മുന്നിലുണ്ടെന്നും കൂടി നമുക്ക് പറയാം. അതെ, നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ മോണ്ടനിസ്റ്റുകളുടെ ഒരു അംശം കാണുന്നതുണ്ടെങ്കിൽ നിർഭാഗ്യകരമെന്നോണം നമ്മുടെ പെന്തക്കോസ്റ്റൽ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ഒറ്റനോട്ടത്തിൽ പെന്തക്കോസ്റ്റലുകാരാണ് എന്ന് പറയുന്ന ഒരു ഫ്രെയിം വർക്കിലാണ്. കാരണം ഞാൻ തന്നെ ഈ മോണ്ടനിസ്റ്റ് ഫ്രെയിം വർക്ക് വരുന്ന രണ്ടുപേരെ എനിക്കറിയാം. ഒന്ന് ഇവിടെ UAE കൂടുന്നൊരു ചർച്ച, ഞാൻ യാദൃശ്ചികമായിട്ട് ആ ചർച്ചയിൽ എത്തിപ്പെടാൻ സാധിച്ചു. അപ്പോൾ ഞാൻ അവിടുത്തെ പ്രാസംഗികൻ്റെ പ്രസംഗം കേട്ട് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അത് എന്നോട് പറഞ്ഞ പോയിന്റ് വചനത്തിനപ്പുറമുള്ളൊരു വെളിപ്പാട് വേണം. അപ്പോൾ ആ വെളിപ്പാട് തനിക്ക് പ്രാർത്ഥിക്കാൻ കിട്ടുന്ന വെളിപ്പാടിന് അടിസ്ഥാനത്തിലാണ് വചനത്തെ പല കാര്യങ്ങളെ വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ ഞാൻ ആ പ്രസംഗം കേട്ട് ചിന്തിച്ചു, ഇതൊക്കെ എവിടെ നിന്ന് വരുന്നതെന്ന് ചോദിച്ചപ്പോൾ മനസ്സിലാക്കിയത് വചനത്തിനപ്പുറമായിട്ടുള്ള ഒരു വെളിപ്പാട്, വചനം കൊണ്ട് മാത്രം നമുക്ക് നടക്കത്തില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു കൊളീഗ്, ഒരു സൗത്ത് ആഫ്രിക്കക്കാരൻ, അദ്ദേഹം ഇങ്ങനെ യാദൃശ്ചികയുടെ ചർച്ച ചെയ്ത് വന്നപ്പോൾ തൃത്വം ബൈബിളില്ല എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് ഞാൻ കൗണ്ടർ ചോദിച്ചപ്പോൾ അദ്ദേഹം യേശുനാമത്തിൻ്റെ ഒരു വ്യൂപ്പനാണ്. ഈ മെസ്സേജ് ഗ്രൂപ്പ് വില്യം ബ്രഹാമിൻ്റെ കൾട്ട് ഗ്രൂപ്പിനകത്ത് പെട്ട് കിടക്കുന്നതാണ്. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു നമുക്ക് വചനത്തിനപ്പുറമുള്ള റെവലേഷൻ ബിയോണ്ട് ദ വേർഡ് എന്നൊരു പോയിന്റും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഈ മോണ്ടനിസ്റ്റ് അംശങ്ങൾ, മോണ്ടനിസ്റ്റ് എന്നൊരു ഡിനോമിനേഷനായിട്ട് ചിലപ്പോൾ നമ്മൾ കണ്ടില്ലെങ്കിൽ പോലും ഈ മോണ്ടനിസ്റ്റ് അംശങ്ങൾ, പരീക്ഷന്മാരുടെ പുളിപ്പ് എന്നൊക്കെ പറഞ്ഞ പോലെ ഇതൊക്കെ ഇതിൻ്റെ അംശങ്ങൾ നമ്മുടെ പെന്തക്കോസ്റ്റൽ കമ്മ്യൂണിറ്റിയിലുണ്ട്. അപ്പോൾ നമ്മുടെ ഇടയിലുള്ളൊരു ന്യൂവാൻസ് പറഞ്ഞു കഴിഞ്ഞാൽ കൃപാവരങ്ങളെല്ലാം നിന്നുപോയി, പ്രവചനങ്ങളൊന്നുമില്ല, യാതൊരു രീതിയിലും നടക്കത്തില്ല എന്ന് പറഞ്ഞ ഒരാൾക്ക് ഇത് ഡിറ്റക്ട് ചെയ്യാൻ എളുപ്പമാണ്. കാരണം മൊത്തം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കാണുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ന്യൂവാൻസ് മനസ്സിലാക്കി നിൽക്കുന്ന പെന്തക്കോസ്തുകാർക്കാണ് ഇതിൻ്റെ ഒരു ചാലഞ്ച് ഉള്ളത്. ബിബ്ലിക്കലി പറഞ്ഞ പ്രൊഫറ്റിക്കൽ ഗിഫ്റ്റിനെ സസ്റ്റെയിൻ ചെയ്യുകയും പ്രവചനത്തെ ഡെസ്പൈസ് ചെയ്യരുത്, തുച്ഛീകരിക്കരുത് എന്ന് പറഞ്ഞ വചനത്തെ നമ്മൾ മുറുകെ പിടിച്ച് നിലനിൽക്കുകയും ചെയ്യുമ്പോൾ തന്നെ ടെസ്റ്റ് എവറിത്തിങ് ആൻഡ് ഹോൾഡ് ഫാസ്റ്റ് ദാറ്റ് വിച്ച് ഇസ് ഗുഡ് എന്ന തൊട്ടടുത്ത വാചകം അവിടെ കിടപ്പുണ്ട്. സോ ഇറ്റ്സ് എ ചാലഞ്ച് ടു അസ്. പെന്തക്കോസ്ത് എന്ന രീതിയിൽ നമുക്കൊരു ചാലഞ്ചാണ്. നമ്മുടെ ഇടയിലുള്ള ഇങ്ങനെയുള്ള ദുരുപദേശ ഗ്രൂപ്പുകൾ വളർന്നു വരാതിരിക്കാൻ വേണ്ടി, ഇതിൻ്റെ പുറകെ ഓടാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു താക്കീത് കൂടിയാണ് നമുക്ക് ചരിത്രത്തിൽ നമ്മളത് കാണുന്നത്. ഇപ്പോൾ നമ്മൾ മോണ്ടനിസ്റ്റുകൾ പറഞ്ഞു വരുമ്പോൾ നമുക്ക് പറയേണ്ട ഒരാളാണ് തെർത്തുല്യൻ. തൃത്വവിശ്വാസത്തിന് സമഗ്രമായ അടിത്തറ നൽകുകയും തൃത്വം എന്ന വാക്ക്, ട്രിനിറ്റാസ് എന്ന വാക്ക് നൽകുകയും ചെയ്ത തെർത്തുല്യൻ തൻ്റെ ജീവിതത്തെ അവസാനത്തോടെ ഒരു മോണ്ടനിസ്റ്റ് ആയിട്ട് മാറുന്ന ഒരു നിർഭാഗ്യ രംഗം നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ മൊത്ത പശ്ചാത്തലം എന്താണ്? അതിന് നമുക്ക് പല നിലകളിൽ അതിനെ കാണാൻ സാധിക്കും. നിശ്ചയമായിട്ടും മോണ്ടനിസ്റ്റുകളുടെ പ്രവചന പരിശുദ്ധാത്മാവിൻ്റെ
പ്രവർത്തനങ്ങളിലുള്ള അവരുടെ താല്പര്യമൊക്കെ അദ്ദേഹത്തിന് സ്വാധീനിച്ചിരിക്കാം. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ടൊരു കാര്യം എന്ന് പറയുന്നത്, നേരത്തെ നമ്മൾ ചിന്തിച്ചതുപോലെ തന്നെ ഈ തെർത്തുല്യൻ യഥാർത്ഥത്തിൽ വളരെയധികം വിശുദ്ധിക്കും വേർപാടിനും വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പം ആ ഒരു അർത്ഥത്തിലാണ് നമുക്ക് വേണമെങ്കിൽ പെന്തക്കോസ്തുകാരുമായിട്ട് അദ്ദേഹത്തിന് ആ ഒരു അർത്ഥത്തിലും താരതമ്യപ്പെടുത്താൻ സാധിക്കും. അപ്പം ആ ഇവരുടെ നേരത്തെ ജേക്കബ് പറഞ്ഞല്ലോ, ഇവർ ഈ മോണ്ടനിസ്റ്റുകളുടെ ഒരു നിലപാടെന്ന് പറയുന്നത് അവരെ എല്ലാ തരത്തിലുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളും അകന്നു നിന്ന് വളരെയധികം അസറ്റിക്ക് ഒരു സന്യാസ സമാനമായൊരു ജീവിതം നയിക്കുന്ന ഒരു ഗ്രൂപ്പായിരുന്നു. അപ്പം അവർ ആ ഒരു കാര്യത്തിന് നൽകിയ ഒരു പ്രാധാന്യം വിശുദ്ധിക്കും വേർപാടിനും നമ്മുടെ ഒരു ഭാഷയാണ് ഉപയോഗിക്കുന്നതേ ഉള്ളൂ. അത് എത്രത്തോളം അപ്രോപ്രിയേറ്റ് ആണെന്നുള്ള ഒക്കെ നമുക്ക് ഡിബേറ്റബിൾ ആണ്. ബട്ട് സ്റ്റിൽ ആ ഒരു ലാംഗ്വേജിൽ നമുക്ക് പരാമർശിക്കാവുന്ന ഒരു നിലപാടുള്ളവരായിരുന്നു ഈ മോണ്ടനിസ്റ്റ് ഗ്രൂപ്പുകൾ. തെർത്തുല്യൻ അതിനോട് യോജിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. വളരെ കൃത്യമായിട്ട് വിശുദ്ധി വേർപാടെന്ന് പറയുന്ന രീതിയിൽ നമ്മൾ അത് പ്രായോഗികമായിട്ടുള്ള വിശുദ്ധി മാത്രമല്ല, നമ്മൾ പറയുന്ന ആ ഒരു വിശുദ്ധി ഉണ്ടല്ലോ, ഇപ്പം നമ്മൾ വസ്ത്രധാരണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ആഭരണത്തെക്കുറിച്ചൊക്കെ പറയുന്ന ആ ഒരു മോഡറേറ്റ് എന്ന് പറയുന്ന ഒരു നിലപാടുണ്ടല്ലോ, അതിനോടൊക്കെ തന്നെ ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു തെർത്തുല്യൻ. അല്ലെങ്കിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ നിലപാടിനോട് ചേർന്ന് നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു ഘടകം മോണ്ടനിസ്റ്റുകളുടെ ഇടയിലുള്ള ഈ ഒരു നിലപാടാണ് അദ്ദേഹത്തെ ആകർഷിച്ചതെന്നുള്ളൊരു നിരീക്ഷണം പല ഗവേഷകന്മാരും നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ തെർത്തുല്യനെ പോലെ ഒരാൾ മോണ്ടനസ് വീക്ഷണത്തിലേക്ക് നീങ്ങി മാറുമ്പോൾ നമ്മൾ തെർത്തുല്യനെ പിന്നെ എങ്ങനെയാണ് നമ്മൾ നോക്കിക്കാണുന്നത്? കാരണം മോണ്ടനസ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിസ്ത്യൻ ട്രിനിറ്റേറിയൻ ഡിനോമിനേഷനകത്ത് നിൽക്കുന്ന ഒരു വേരിയേഷൻ അല്ല. മറ്റ് ഹെറസി എന്ന് പറഞ്ഞ സഭ തള്ളിക്കളയുകയും വചനാടിസ്ഥാനത്തെ തുച്ഛീകരിക്കുകയും അതിനപ്പുറം കടന്നു പോകുന്ന ഒരു ഹെററ്റിക്കൽ വ്യൂ ആണ് മോണ്ടനിസ്റ്റുകൾ ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ സ്വാധീനിക്കപ്പെട്ടിരിക്കുന്ന തെർത്തുല്യൻ നമ്മൾ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ നമ്മൾ തെർത്തുല്യനെയും തെർത്തുല്യൻ്റെ റൈറ്റിങ്സിനെയൊക്കെ നമ്മൾ ഏത് രീതിയിലാണ് നമ്മൾ അന്നേരം ഉൾക്കൊള്ളേണ്ടത്? അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഏത് സഭാപിതാക്കന്മാരാണെങ്കിലും ഏത് ശുശ്രൂഷകന്മാരാണെങ്കിലും അവരിൽ പലരിലും തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു യാഥാസ്ഥിതികമായിട്ടുള്ള ക്രിസ്തീയ വീക്ഷണവും അതിനോട് കലർന്നു വരുന്ന ഒരു പെർഫെക്റ്റ്ലി ഹെററ്റിക്കൽ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും ഹെറ്ററോഡോക്സ് നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന ദുരുപദേശ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ദുരുപദേശത്തിനോട് സമാനമായതെന്ന് പറയാവുന്ന അല്ലെങ്കിൽ ആ യാഥാസ്ഥിതിക വിശ്വാസത്തിൻ്റെ പരിധി കടന്നു പോകുന്ന ചില നിലപാടുകൾ, അത്തരത്തിലുള്ള നിലപാടുകൾ പല വ്യക്തികൾക്കുണ്ടായിരുന്നു. അത് ആ കാലത്തുണ്ടായിരുന്നു, ഈ കാലത്തും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. ആധികാരികമായിട്ട് തിരുവെഴുത്തിനെ വ്യാഖ്യാനിക്കുന്നവർ തന്നെ ചില കാര്യങ്ങളിൽ വരുമ്പോൾ വ്യത്യസ്തമായ നിലപാടെടുക്കുന്നതായിട്ടോ അല്ലെങ്കിൽ അവരുടെ വ്യാഖ്യാനത്തിൽ തെറ്റുകൾ സംഭവിക്കുന്നതായിട്ടോ അത് ചൂണ്ടിക്കാണിച്ചാൽ പോലും തിരുത്താൻ മനസ്സില്ലാത്ത വിധം അവരതിൽ ഉറച്ചു നിൽക്കുന്നതായിട്ടുള്ള ആളുകളെ നമുക്ക് ഈ കാലത്തും കാണാൻ സാധിക്കും. അപ്പോൾ അവരുടെ ആ ശരിയായിട്ടുള്ള നിലപാട് തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ആധികാരിക ഉപദേശത്തിനെക്കുറിച്ച് നൽകിയിട്ടുള്ള ആ വസ്തുതകൾ, അവർ നൽകിയിട്ടുള്ള തെളിവുകൾ, അവർ നടത്തിയിട്ടുള്ള സംവാദങ്ങൾ അല്ലെങ്കിൽ അവർ നടത്തിയിട്ടുള്ള ദൈവശാസ്ത്രപരമായിട്ടുള്ള ഖണ്ഡനങ്ങൾ, അതിൻ്റെയൊന്നും പ്രസക്തി അവരുടെ ഈ ഒരു നിലപാട് മാറ്റം കൊണ്ട് നഷ്ടപ്പെടുന്നില്ല. അതെന്തുകൊണ്ട് നഷ്ടപ്പെടുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും മേന്മയുള്ളതുകൊണ്ടല്ല. അവർ ഈ ഖണ്ഡനങ്ങൾ നടത്തിയതും ഈ വാദങ്ങൾ മുന്നോട്ട് വെച്ചെല്ലാം ദൈവിക തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിലാണ്. ആ തിരുവെഴുത്തുകൾ നല്ല രീതിയിൽ ഒരാൾ വ്യാഖ്യാനിച്ചാൽ അയാളുടെ ഇത്തരം നിലപാടുകളെക്കാൾ ഉപരി ആ നല്ല രീതിയിൽ അവർ വ്യാഖ്യാനിച്ചതിനെ നമ്മൾ തള്ളിക്കളയുന്നില്ല, അതിനെ ഉൾക്കൊള്ളണം. പക്ഷേ അവരുടെ വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകളെ ആ നിലയിൽ നമ്മൾ നിരീക്ഷിക്കുകയും നിരൂപണം ചെയ്യുകയും ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് അടിസ്ഥാനപരമായിട്ട് പറയാൻ സാധിക്കുന്നത്. ഈ തെർത്തുല്യൻ മോണ്ടനസ് ഗ്രൂപ്പിലേക്ക് നീങ്ങുമെന്ന് പറയുമ്പോൾ തന്നെയുള്ള ഒരു ന്യൂവാൻസ് അവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ അന്നത്തെ പശ്ചാത്തലത്തിൽ സഭയിൽ കുറേ കൂടെ അയവ് വന്നു. അതുകൊണ്ട് ഈ മോണ്ടനസ് ഗ്രൂപ്പ് വളരെ സ്ട്രിക്റ്റ് ആയിട്ടൊരു സന്യാസവ്രത ജീവിതം എന്ന് പറയുമ്പോൾ തന്നെ വളരെ സ്ട്രിക്റ്റ്, നമുക്ക് പെട്ടെന്ന് ഇംപ്ലിക്കേഷൻ കിട്ടുമല്ലോ. ആ ഒരു സ്ട്രിക്ട്നെസ് ആയിരുന്നേക്കാം അദ്ദേഹത്തെ സ്വാധീനിച്ചെന്നുള്ളൊരു വീക്ഷണം പണ്ഡിതന്മാരുടെ ഇടയിലുണ്ട്. അതുമാത്രമല്ല അദ്ദേഹം പല ഓർത്തഡോക്സ് പൊസിഷൻസും, ക്രൈസ്തവ സഭയുടെ ഓർത്തഡോക്സ് പല പൊസിഷൻസും അദ്ദേഹം കൈക്കൊണ്ടു മൊത്തം ത്യജിച്ച് പോകുന്നൊരു സന്ദർഭമെല്ലാം കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വേ ഓഫ് ലൈഫ് ആയിരുന്നേക്കാം അദ്ദേഹത്തെ കൂടുതൽ സ്വാധീനിച്ചിരിക്കുന്നത് എന്നൊരു വീക്ഷണം പണ്ഡിതന്മാരുടെ ഇടയിലുണ്ട്. അത് പറഞ്ഞു വന്നപ്പോഴാണ് നമ്മളത് ഡിസ്കസ് ചെയ്ത പോയിന്റ് അല്ല, അപ്പോൾ ഓൺ ദ സ്പോട്ട് ചോദിക്കുന്ന കാര്യമാണ്. ഈ പ്രാക്സിയസിനെതിരായിട്ടുള്ള തെർത്തുല്യൻ പറയുമ്പോൾ ഈ സാബലിൻസിനെതിരായിട്ടുള്ള പോയിന്റ് പറയുന്നുണ്ടല്ലോ, ക്രൂസിഫൈഡ് ദ ഫാദർ ആൻഡ് പുട്ട് ടു ഫ്ലൈറ്റ് ദ സ്പിരിറ്റ്. പ്രവചനം അവിടെ നിർത്തലാക്കാൻ ശ്രമിച്ചു, പക്ഷേ അവനെ ഓടിച്ചുവിടാൻ നോക്കി എന്ന രീതിയിൽ തെർത്തുല്യൻ പറഞ്ഞൊരു ഭാഗമുണ്ട്. അത് പറയുന്നത് ഈ തെർത്തുല്യൻ മോണ്ടനസ് വ്യൂ പോയിന്റിലേക്ക് വരുന്ന കാലഘട്ടത്തിലാണോ അതിന് മുന്നമേ തൻ്റെ ജീവിതത്തിന് മുന്നമേ ഒരു ഭാഗത്തിലാണോ ഏകദേശം ഒരു ഓർമ്മയിലുള്ളത്?
എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് ഈ മോഡേണിസ്റ്റിലേക്ക് പോകുന്നതിന് മുമ്പാണെന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. എങ്കിലും അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അദ്ദേഹം ജീവിതത്തിൻ്റെ ഒരു അവസാന കാലഘട്ടത്തിലേക്ക് അടുത്ത് വരുമ്പോഴാണ് പ്രധാനമായിട്ടും മോഡേണിസ്റ്റിലേക്ക് കൂടുതൽ ചായ്വ് പ്രകടിപ്പിച്ച് പോകുന്നത്. ഈ മോഡേണിസ്റ്റ് വീക്ഷണത്തിന് ക്രിസ്ത്യാനിറ്റിയുടെ പ്രോഗ്രഷനകത്ത് ഒരു ഇൻ്റലക്ച്വൽ രീതിയിൽ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്? കാരണം അത് കേൾക്കുമ്പോൾ തന്നെ വളരെ ഒരു എക്സ്പീരിയൻഷ്യലായിട്ട് ഊന്നിലിരുന്ന സംഭവമാണ്. അപ്പോൾ ഇത് നടക്കുന്ന പശ്ചാത്തലം തന്നെ വളരെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള തിയോളജിക്കൽ ഡിബേറ്റ്സ് ഇൻറ്റൻസ് ആയിട്ട് നടക്കുന്ന സന്ദർഭമാണ്. അപ്പം അതുകൊണ്ട് തന്നെ മോഡേണിസത്തിന് ക്രിസ്ത്യാനിറ്റിയുടെ ഇൻ്റലക്ച്വൽ പ്രോഗ്രസ്സിനെ ഏത് രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ടോ? സ്വാഭാവികമായിട്ടും ഈ ഒരു പുതിയ വെളിപ്പാടുകൾ, ന്യൂ റെവലേഷൻസ് അല്ലെങ്കിൽ ആഡഡ് റെവലേഷൻ, എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഡോക്ടറിനെ മറികടക്കുന്ന റെവലേഷൻസ്, അത് ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിലൂടെ ലഭിക്കുന്നുണ്ട് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് മുന്നോട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും സ്വയം നിർവചിക്കേണ്ട ഒരു ചലഞ്ച് സഭയുടെ മുമ്പിലേക്ക് വരികയാണ്. കാരണം എന്താണ് റെവലേഷൻ, എന്താണ് വെളിപ്പാട്, എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തികൾ? അപ്പം ഇത്തരം അതുപോലെ തന്നെ അപ്പോസ്തലിക കാലഘട്ടത്തിൻ്റെ അവസാനം അത് അപ്പോസ്തലിക കാലഘട്ടം കഴിഞ്ഞു എന്ന വസ്തുത എങ്ങനെയാണ് ദൈവിക വെളിപ്പാടുകളെക്കുറിച്ചുള്ള സഭയുടെ വീക്ഷണത്തെ പരുവപ്പെടുത്തേണ്ടത്? ഇത്തരം കാര്യങ്ങളിൽ ഒരു നിലപാടെടുക്കുന്നതിന് സഭയ്ക്ക് പ്രചോദനമായി തീർന്ന ഒരു ഘടകമാണ് ഈ മോണ്ടനിസ്റ്റുകളുടെ ഈ ന്യൂ റെവലേഷൻ ടൈപ്പ് ചിന്താഗതി എന്ന് പറയുന്നത്. കാരണം സ്വാഭാവികമായിട്ടും പുതിയൊരു റെവലേഷൻ അല്ല. അപ്പോസ്തലിക കാലഘട്ടം അവസാനിച്ചതോടുകൂടി സഭയ്ക്ക് ലഭിക്കേണ്ട ആധികാരിക വെളിപ്പാടുകൾ അവിടെ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു, അടിസ്ഥാന വെളിപ്പാടുകൾ അവിടെ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം സഭ ഊന്നിപ്പറയുന്നതിന് ഒരു പ്രേരക ഘടകമായിട്ട് തീർന്ന ഒരു കാര്യം മോണ്ടനിസ്റ്റുകളുടെ ഒരു ആഗമനമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പം തെർത്തുലിനെ പറ്റി പറയുന്ന പോലെ തന്നെ നമ്മൾ സഭാപിതാക്കന്മാരുടെ പഠനവും അവരുടെ എഴുത്തുകൾ, അവരുടെ ജീവിതം നോക്കുമ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ തോന്നും, ഈ വ്യക്തി എങ്ങനെയാണ് സഭാപിതാവായിട്ട് നിൽക്കുന്നത്, ഇങ്ങനത്തെ ഒരു നിലപാടെടുത്ത ഒരാൾ എന്ന് ചിന്ത ഉളവാക്കുന്ന വേറെ രണ്ട് പേരോട്ടുണ്ട്. അതിനകത്ത് ഒരാൾ ഒറിജിനാണ്. ഒറിജിനെ സഭാപിതാക്കന്മാരുടെ പിതാവ് എന്ന് ഫാദർ ഓഫ് ചേർച്ച് ഫാദേഴ്സ് എന്നൊരു അഭിസംബോധനയാണ് ഒറിജിൻ കൊടുക്കുന്നത്. ആദ്യത്തെ സിസ്റ്റമാറ്റിക് തിയോളജി വർക്ക് ഒറിജിനാണ് മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ഒറിജിൻ കൈക്കൊണ്ടു എന്ന് പറയപ്പെടുന്ന പല സ്റ്റാൻസും ഒറിജിൻ മരണശേഷം രണ്ടാമത്തെ കോൺസ്റ്റാന്റിനോപ്പിൾ കൗൺസിൽ AD 553 തള്ളിക്കളയുന്നൊരു പശ്ചാത്തലമുണ്ട്. അപ്പോൾ അത് തന്നെ പലർക്കും ട്രബിളിംഗ് ആയിട്ടുള്ള കാര്യമാണ്, ഇങ്ങനെ ഒരു ഒറിജിനെ നമ്മൾ എങ്ങനെയാണ് കൈക്കൊള്ളുക എന്നുള്ളത്. പക്ഷേ അതിനകത്തുള്ളൊരു ന്യൂവാൻസ്, ഈ ഒറിജിൻ കൈക്കൊണ്ടു എന്ന് പറയപ്പെടുന്ന നിലപാടുകൾ ഒറിജിൻ അക്ഷരാർത്ഥത്തിൽ കൈക്കൊണ്ടതാണോ അതോ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുടെ ദുർവ്യാഖ്യാനങ്ങൾ ഡിസ്റ്റോർഷൻ്റെ ഭാഗമായിട്ട് വന്നതാണോ എന്നൊരു അവ്യക്തത അവിടെയുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ തെർത്തുലിനെ കണ്ട പോലെ തന്നെ ഇവരുടെ പ്രൈമറി കോൺട്രിബ്യൂഷൻ, സ്ക്രിപ്ചർ ബേസ്ഡുള്ള കോൺട്രിബ്യൂഷൻ്റെ മൂല്യം പിന്നീടുള്ള ഇവരുടെ ജീവിത കാലഘട്ടത്തിലുള്ള വ്യത്യാസങ്ങളത്തൊന്നും സ്വാധീനിക്കപ്പെടുന്നതല്ല. അതിൽ പ്രസക്തമായൊരു പോയിന്റ്, കാരണം ഈ സഭാപിതാക്കന്മാരെയൊക്കെ സെയിൻസ് ആയിട്ട് പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ ഈ സഭാപിതാക്കം ഇത് ഞങ്ങളുടെയാണ് എന്ന് പറയുന്ന രീതിയിൽ നിലപാടെടുക്കുന്ന റോമൻ കത്തോലിക്ക സഭയാണ്. അപ്പം അവർ ഗ്രിഗറി ഓഫ് നീസയെ നോക്കിക്കാണുന്നത് എങ്ങനെയാണ്? ഗ്രിഗറി ഓഫ് നീസയിൽ നമ്മൾ പറഞ്ഞ കപ്പദോക്യൻ പിതാക്കളിൽ ഒരാളായ ഗ്രിഗറി ഓഫ് നീസയുടെ നിലപാടുകളിൽ ഇന്നത്തെ ക്രൈസ്തവ സഭയ്ക്ക്, റോമൻ കത്തോലിക്ക സഭ ഉൾപ്പെടെയുള്ള ക്രൈസ്തവർക്ക് വിയോജിപ്പ് തോന്നുന്ന എന്തെങ്കിലും ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ഒന്നാമതായിട്ട് മനസ്സിലാക്കുന്നത് ഗ്രിഗറി ഓഫ് നിസ എന്ന് പറയുന്നത് ഈ ത്രിയേക ഉപദേശം വിശ്വാസം സ്ഥാപിക്കുന്നതിൽ ഏറ്റവും സുപ്രധാനമായ പങ്കുവച്ചിട്ടുള്ളൊരു സഭാപിതാവാണ്. കപ്പദോക്യൻ പിതാക്കന്മാർ പ്രമുഖനായിട്ടൊരു വ്യക്തിയാണ് അദ്ദേഹം എല്ലാ സഭകളിലും വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട വ്യക്തിയാണ്, കാനനൈസ്ഡായിട്ടുള്ള വ്യക്തിയാണ്. മാത്രമല്ല ബൈസന്റിയൻ പാരമ്പര്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ത്രിയേക വിശ്വാസത്തിൻ്റെ ഒരു അളവുകോലായിട്ട് തന്നെ പിൽക്കാലത്ത് പരിഗണിക്കപ്പെട്ട വ്യക്തി എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വിശ്വസിക്കുന്ന ത്രിയേക വിശ്വാസം ശരിയാണോ എന്നറിയണമെങ്കിൽ നിങ്ങളുടെ വിശ്വാസം നിസായ ഗ്രിഗറിയുടേതുപോലെയാണോ എന്ന് പരിശോധിക്കണമെന്ന ആ ഒരു തരത്തിലുള്ള രീതിയിൽ ആദരിക്കപ്പെട്ടൊരു വ്യക്തിയാണ് നിസായ ഗ്രിഗറി പിൽക്കാലത്ത്, അദ്ദേഹത്തിൻ്റെ മരണത്തിനൊക്കെ ശേഷം. പക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് അദ്ദേഹം എന്താ പറയുക, സാർവത്രിക പുനഃസ്ഥാപനം എന്ന് പറയുന്ന അപ്പോക്കറ്റാസ്റ്റാസിസ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ റെസ്റ്റോറേഷൻ എന്ന് പറയുന്ന ഒരു ഡോക്ടറൽ വ്യൂ പോയിന്റ് അദ്ദേഹം കൈക്കൊണ്ടിരുന്നു. അപ്പോൾ അത് സഭ നിശ്ചയമായിട്ടും തള്ളിക്കളഞ്ഞൊരു നിലപാടാണ്. വ്യാപകമായിട്ട് സഭ അംഗീകരിച്ചില്ല. പ്രത്യേകിച്ചും അഗസ്റ്റിൻ്റെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ നിത്യനരകം എന്ന് പറയുന്ന ആ ഒരു ചിന്താഗതിക്ക് വളരെ കൃത്യമായിട്ടുള്ള പ്രാമുഖ്യം ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ അദ്ദേഹം ഈ ഒരു നിലപാടെടുക്കുന്നത് ഒരു വലിയ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുള്ളൊരു വലിയ വീഴ്ചയായിട്ട് ആരും തന്നെ
കണ്ടിട്ടില്ല. നിശ്ചയമായിട്ട് അദ്ദേഹം അതൊരു ഡീവിയൻ ടീച്ചിങ് ആണ്. സഭ അതിനെ പിൽക്കാലത്ത് അതിനെ അംഗീകരിച്ചില്ല. സഭയുടെ നിലപാട് ഒരിക്കലും സാർവത്രിക പുനഃസ്ഥാപനം എന്ന് പറയുന്നത് നിസ്സാരഗരീകർ ചിന്തിച്ചതുപോലൊരു കാഴ്ചപ്പാട് സഭയ്ക്കില്ല. അതൊരു ദുരുപദേശമായിട്ട് തന്നെയാണ്, പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ. ഓഫ് കോഴ്സ് ദുരുപദേശം എന്ന് പറയുന്ന വേർഡിന് വേറൊരു ഡെഫിനേഷൻ ഉണ്ട്. അത് ദൈവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഉപദേശങ്ങളെ കുറിച്ചാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കേണ്ടത്. ബട്ട് സ്റ്റിൽ നമ്മൾ അംഗീകരിക്കുന്ന ഉപദേശമല്ല. പക്ഷെ അവിടെ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തെ ഈ സാർവത്രിക പുനഃസ്ഥാപനം എന്ന് പറയുമ്പോൾ ചിലരെങ്കിലും തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. അദ്ദേഹം പറഞ്ഞ സാർവത്രിക പുനഃസ്ഥാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് വിശ്വസിച്ചാലും സ്വർഗത്തിൽ പോകുമെന്നോ അല്ലെങ്കിൽ എല്ലാ മതങ്ങളിലൂടെയും നിങ്ങൾക്ക് സ്വർഗത്തിൽ എത്താവുന്നൊന്നുമല്ല. മറിച്ച് യേശുക്രിസ്തു മുഖാന്തരം മാത്രമാണ് രക്ഷ. യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്തവർക്ക് ന്യായവിധി ഉണ്ടെന്നോ അതിൻ്റെ അപ്പുറത്ത് അവർക്ക് അതിനൊരു പരിഹാരം ദൈവം നൽകും. അവർ യേശുക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞ് പിന്നീട് ദൈവസന്നിധിയിലേക്ക് വരാനൊരു അവസരം ലഭിക്കും എന്നൊരു രീതിയിലുള്ളൊരു ചിന്താഗതിയാണ് അദ്ദേഹം വെച്ച് പുലർത്തിയിരുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ആ ചിന്താഗതിയെ നമ്മൾ പരിഗണിക്കുമ്പോൾ തന്നെ അവിടെ യേശുക്രിസ്തു മുഖാന്തരം മാത്രമാണ് രക്ഷ. യേശുക്രിസ്തുവിനെ കർത്താവെന്ന് ഏറ്റുപറഞ്ഞാൽ മാത്രമേ രക്ഷിക്കപ്പെടുകയുള്ളൂ. പക്ഷേ അതിനൊരു സാധ്യത മരണാനന്തരം ന്യായവിധിക്ക് ശേഷം ഉണ്ടാകുമെന്നൊരു ചിന്താഗതിയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും അതും തിരുവെഴുത്തിൽ അടിസ്ഥാനപ്പെട്ട ചിന്താഗതിയായിട്ട് തന്നെയാണ് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നത്. ഇപ്പം ഫിലിപ്പ് ലേഖനത്തിൽ പറയുന്നത് എല്ലാ നാവും ഏറ്റു പറയുമെന്ന് പറയുന്ന ആ വാക്യം. അപ്പൊ എല്ലാ നാവും ഏറ്റു പറയുമെങ്കിൽ യേശുവിനെ എല്ലാ നാവും കർത്താവെന്ന് ഏറ്റു പറയുമെങ്കിൽ എല്ലാവരും രക്ഷിക്കപ്പെടുമല്ലോ. കാരണം കർത്താവെന്ന് യേശുവിനെ ഏറ്റു പറയുക എന്നുള്ളതാണ് രക്ഷിക്കപ്പെടാനുള്ള ഒരു മാധ്യമം എന്ന് പറയുന്നത്. എല്ലാ നാവും യേശുവിനെ കർത്താവെന്ന് ഏറ്റു പറയുമെങ്കിൽ എല്ലാവരും രക്ഷിക്കപ്പെടും. അപ്പൊ ആത്യന്തികമായിട്ട് അങ്ങനെ ഒരു രക്ഷയ്ക്കുള്ള വാതിൽ ദൈവം തുറന്നിട്ടിരിക്കുന്നു. അല്ലെങ്കിൽ ദൈവം സകലത്തിലും സകലവുമാകുമെന്ന് പറയുമ്പോൾ നിത്യമായിട്ടൊരു നരകം, ആ നരകത്തിൽ കുറെ ആളുകൾ അങ്ങനെ പിന്തുടരുകയാണെങ്കിൽ എങ്ങനെയാണ് ദൈവം സകലത്തിൽ സകലവുമാകുന്നത്? കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൽ പറയുന്ന വാക്യം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആശ്വാസത്തിന്റെ കാലങ്ങൾ വരുമെന്ന് അപ്പോസ്തല പ്രവൃത്തി 3-ാം വാക്യത്തിൽ പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള ചില ബൈബിൾ വാക്യങ്ങളൊക്കെ കൂടി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിലപാടാണ് അദ്ദേഹത്തിൻ്റെത്. സ്വാഭാവികമായിട്ടും പിൽക്കാലത്താണ് യഥാർത്ഥത്തിൽ, കാരണം നമ്മൾ വേറെ കാര്യം മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം ഇത് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മുൻഗാമികൾ പലരും ഈ രീതിയിലുള്ള സാർവത്രിക പുനഃസ്ഥാപനം എന്ന ചിന്താഗതി സഭയിൽ ഒരു മൈനോറിറ്റി ആണെങ്കിലും അതിനൊരു ട്രഡീഷൻ ഉണ്ട്, ചർച്ചിൽ ഉണ്ടായിരുന്നു നിലവിൽ. അപ്പം അതിൻ്റെ ഒരു പിൻഗാമിയായിട്ടാണ് അദ്ദേഹത്തെ കാണേണ്ടത്. പിന്നീട് അദ്ദേഹം നമ്മൾ അഗസ്റ്റിൻ്റെ കാലഘട്ടത്തിലേക്ക് വരുമ്പോഴാണ് വളരെ വ്യക്തിയോടുകൂടി നിത്യനരകം എന്ന് പറയുന്ന ഉപദേശം ആധികാരികമായിട്ട് തന്നെ സ്ഥാപിക്കപ്പെടുന്ന ഒരു ചിത്രവും നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ ഇതെല്ലാം പറയുമ്പോഴും അദ്ദേഹം ഇന്നും ഏറ്റവും ആദരിക്കപ്പെടുന്ന സഭാപിതാക്കന്മാരിലൊന്നാണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ത്രിയേക വിശ്വാസം ശരിയാണെന്ന് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിശ്വാസം നിസ്സേല ഗ്രീഡതുപോലെയാണോ എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള പാരമ്പര്യങ്ങളും ഇന്നും സഭയിൽ നിലവിലുണ്ട്. അപ്പോൾ അത്രയും ആദരിക്കപ്പെടുന്ന വ്യക്തിയാണ്. ഓഫ് കോഴ്സ് നമ്മൾ ഈ പോയിന്റ് പറഞ്ഞിട്ട് ഒരു പ്രധാന കാരണം ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളൊക്കെ സഭാപിതാക്കന്മാരെ പറ്റി ഈ വീഡിയോ സീരീസിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ വായിക്കാൻ തുടങ്ങിയെന്ന് വരാം. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു കൺഫ്യൂഷൻ ഉളവാകാൻ സാധ്യതയുണ്ട് എന്ന് മുൻകണ്ടാണ് ഞങ്ങൾ ഈ ഒരു ക്ലാരിഫിക്കേഷൻ നൽകുന്നത്. അതോടൊപ്പം തന്നെ ഒരു കാര്യം ഓർക്കേണ്ടത്, ഒരു പ്രൊട്ടസ്റ്റന്റ് ട്രഡീഷൻ നമ്മൾ വരുമ്പോൾ, പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ പെന്തക്കോസ്റ്റൽ ട്രഡീഷൻ വരുന്നവരാണ്. അപ്പം നമ്മൾ പലപ്പോഴും സഭാപിതാക്കന്മാരെ പറ്റി ആദ്യമായിട്ട് വായിച്ചു വരുമ്പോൾ നമ്മളോട് പറയപ്പെടുന്ന ചിത്രമുണ്ട്, ഇവരെല്ലാവരും റോമൻ കാത്തലിക് വ്യൂ ആയിരുന്നു കൈക്കൊണ്ടിരുന്നത്, വളരെ ഹോമോജിനസ് ആയിട്ട് എല്ലാവരും കൈക്കൊണ്ടുവന്നു, പിന്നെ മാർട്ടിൻ ലൂതർ ഉണ്ടാക്കിയ ഒരു മെനയാണ് ഇത് മൊത്തം എന്ന രീതിയിലൊരു ഇംപ്രഷൻ പലപ്പോഴും കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇങ്ങനെയുള്ള സഭാപിതാക്കന്മാരെ വായിച്ചു വരുമ്പോഴാണ് മനസ്സിലാക്കുന്നത് പല കാര്യങ്ങളിലും ഒരു ഡൈവേഴ്സിറ്റി ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ രീതിയിലുള്ള എക്സ്ട്രീം ഡൈവേഴ്സിറ്റിയും ഒക്കെ ഉണ്ടായിരുന്നു. സോ ഒരു ഹോമോജിനസ് പിക്ചറായിട്ട് ഒരൊറ്റ ട്രഡീഷൻ നിലനിന്നു, പിന്നെ എല്ലാം വഴിതെറ്റിപ്പോയി, എല്ലാം കൈവിട്ടു പോയി എന്ന് പറയുന്നൊരു പിക്ചറല്ല ചരിത്രത്തിൽ ശരിക്കും നമ്മൾ കാണുന്നത്. അതിൻ്റെതായ ന്യൂവാൻസസും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള പല എലമെൻസും ഇൻ്റർപ്ലേ ചെയ്യുന്ന പല ലിങ്കേജസും ഒക്കെ അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഇപ്പോൾ കേൾക്കുന്ന, ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇതിൻ്റെ തമ്മിലൊക്കെ കണ്ട് ചിലപ്പോൾ ഒരു പെന്തക്കോസ്തുകാരൻ നിങ്ങൾ കാണുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പലപ്പോഴും ഈ സഭാപിതാക്കന്മാരെ പറ്റി കേൾക്കുമ്പോൾ നമുക്കൊട്ടും പരിചയമില്ലാതെ വിദൂരത നിൽക്കുന്ന ചില വ്യക്തികളായിട്ടാണ് നമുക്ക് തോന്നുന്നത്. കാരണം പലപ്പോഴും നമ്മുടെ പെന്തക്കോസ്റ്റൽ ട്രഡീഷനകത്ത് നമ്മൾ വളരെയധികം ആദരിക്കുകയും മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നവരെ എന്തുകൊണ്ട് അവരെ ആദരിച്ച് വളരെ രീതിയിൽ കാണുന്നു നോക്കുമ്പോൾ പലപ്പോഴും അവരുടെ ജീവിതാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അവരൊരു സുവിശേഷകനായിരുന്നു, അവർ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു, ഒരു പ്രവാചകനായിരുന്നു, അങ്ങനെയുള്ള ചില പേഴ്സണൽ എക്സ്പീരിയൻസിൻ്റെ ബേസിൽ അവരെ എലവേറ്റ് ചെയ്യുമ്പോൾ ആധുനിക കാലഘട്ടത്തിൽ പീഡനത്തിന് നടുവിൽ കിടക്കുന്ന സഭയിൽ വളരെയധികം ബഹുമാനത്തോടെ എലവേറ്റ് ചെയ്യപ്പെട്ട് കണ്ടിരുന്നവർ അടിസ്ഥാന ഉപദേശങ്ങൾ സമർത്ഥിക്കുകയും വചനാടിസ്ഥാനത്തിൽ ഉപദേശത്തെ മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നായിരുന്നു. അത് നമുക്ക് വിചിന്തനം ചെയ്യേണ്ടുന്ന ഒരു പോയിൻ്റാണ്. നമ്മുടെ ഇടയിൽ പെന്തക്കോസ്റ്റ് ട്രഡീഷൻസിനകത്ത് നമ്മളും വളരെ ബഹുമാനത്തോടെ കാണുന്നവരിൽ എത്ര പേർ അവർ ക്രിസ്ത്യൻ ഡോക്ടറിന് വേണ്ടി, ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാനത്തിന് വേണ്ടി നിലനിന്നു, ആ ഡോക്ടറിനൽ ബേസിന് വേണ്ടി നിലനിന്നവർ എത്ര പേരുണ്ട് എന്ന് നമ്മൾ ഒരുപക്ഷെ ഒന്ന് വിചിന്തനം ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ദോസ് ഹു ഡു നോട്ട് ലേൺ ഹിസ്റ്ററി ടെൻ ടു റിപ്പീറ്റ് ഇറ്റ് എന്നൊരു പ്രയോഗമുണ്ട്. ഈ മോണ്ടനിസ്റ്റുകളെ പോലെ നമ്മൾ കണ്ടതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയും കൃപാവരങ്ങളും
പ്രവചനപരവും നിലനിൽക്കുമെന്ന് പറയുന്ന പെന്തക്കോസ്തുകാർ ചരിത്രം പഠിച്ചെങ്കിൽ മാത്രമേ ഇതുപോലുള്ള ആവർത്തനങ്ങളിൽ നിന്ന് വഴിമാറുവാനും ഇതേപോലുള്ള പല ഗ്രൂപ്പുകളിൽ പെടാതിരിക്കുവാനും നമുക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സോ ആ ഒരു റെസ്പോൺസിബിലിറ്റി ട്രഡീഷണൽ ഹിസ്റ്റോറിക്കൽ ക്രിസ്ത്യാനിറ്റിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന പെന്തക്കോസ്റ്റൽസുകാർക്കും ബാധകമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. അതിലേക്ക് നിങ്ങൾ ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ ലക്കം ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു ലക്കത്തിൽ നമുക്ക് വീണ്ടും കാണാം.